Good morning, Miss. Hello, good morning. Good morning, ma'am. Good morning, Miss. Good morning. Yes. Miss എന്ത് പറ്റിയായിരുന്നു? Who are you, all of you? സുഖാണോ? Fine, Miss. എന്ത് പറ്റി കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടില്ല അല്ലേ? Miss എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. ദിവസം ഞാൻ ഒരു 4 days ലീവായിരുന്നു. അത് മോളുടെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് എനിക്കൊന്ന് നമ്മുടെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോകേണ്ടി വന്നു. അതിന്റെ ആളിപ്പോ പഠിച്ചിറങ്ങിയേക്കുന്നതാണ്. BSc കാർഡിയാക് ടെക്നോളജി പഠിച്ച് ഇറങ്ങിയ ആളാണ്. അപ്പൊ ചെറിയൊരു ജോലിയുമായി ബന്ധപ്പെട്ട് ആൾക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് മഹാരാഷ്ട്ര വരെ പോയി. ട്രെയിനാ പോയത്, അതുകൊണ്ട് ലേറ്റ് ആയത്. അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ രണ്ടെണ്ണം മിസ്സായിട്ടുണ്ട്. ഓക്കെ, യെസ്, ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം. സോ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നതല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ക്ലാസ്സുകളൊക്കെ ആരെങ്കിലുമൊക്കെ കയറി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോയത്. നമ്മുടെ ക്ലാസ്സുകളൊന്ന് മിസ്സാവാതെ പകരം ടീച്ചേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഇട്ടാ പോയത്. ഓക്കെ, തുടങ്ങി അറിയാവുന്നത് കൊണ്ട് അത് മാനേജ് ചെയ്ത് വെച്ചു. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് എവിടെന്നാ തുടങ്ങണ്ടേ? ഓർമ്മയുണ്ട്? ഒരാഴ്ച ഗ്യാപ്പില് മറന്നുപോയോ നോക്കട്ടെ. എവിടെന്നാ നമ്മൾ തുടങ്ങേണ്ടത്? മറന്നുപോയാ? പറയേ, നിങ്ങൾ പറ, എവിടുന്നാണ് നമ്മൾ എവിടെ വരെ നിർത്തി? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ തുടങ്ങി കുറച്ചെടുത്തിരുന്നു അല്ലെ? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. CSSD എന്ന് പറയുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തി. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, അതായത് നമ്മുടെ എടുക്കാനുള്ളതാണ് CSSD തുടങ്ങിയെടുക്കാം. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, എടുക്കാം കേട്ടോ. സൗണ്ട് ഓക്കെ. അപ്പോ നമ്മള് ഹോസ്പിറ്റൽസിന്റെ എന്താ പറയാ, നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം OPD വിഭാഗത്തെയും അതുപോലെ തന്നെ IPD വിഭാഗത്തെയും ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് there are enough supportive departments in the hospital, such as നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലബോറട്ടറി, അതായത് നമ്മുടെ ക്ലിനിക്കൽ ലാബുകള്, അതുപോലെ തന്നെ റേഡിയോളജി ആൻഡ് ഓൾസോ മറ്റനേകം സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ അതാണ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. CSSD ഓൾറെഡി യു ഹാവ് സ്റ്റഡീഡ്. ഐ തിങ്ക് നിങ്ങൾക്ക് ക്ലാസ്സിൽ ഓൾറെഡി CSSD എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ടായിരുന്നു. അത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഈ ഒരു കുഞ്ഞ് കഷ്ണം പറയുന്നത് പറയാം, എന്റെ ഒരു ഡ്യൂട്ടിയാണ് പറയേണ്ടത്. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വാട്ട് ഈസ് ഇറ്റ് ഫോർ ദിസ് ഡിപ്പാർട്ട്മെന്റ് ഫോർ? എന്തിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണിത്? അതായത് while some procedures are conducted in the hospitals, surgical procedures are conducted in the hospital, we know that different types of equipments, instruments are used, and also in laboratories, ലാബിലും അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ സർജറീസ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റ് പ്രൊസീജിയേഴ്സ് നടക്കുമ്പോൾ പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ്, ഐ മീൻ സിസേഴ്സ്, ഒരുപാടുണ്ടല്ലോ ഓരോ ഇൻസ്ട്രുമെന്റ്സ്. പല ഇൻസ്ട്രുമെന്റ്സും അവർ ആ പേഷ്യൻസിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. കാരണം നമ്മുടെ ബോഡിക്ക് അകത്തുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ നോക്കാനും അതിനകത്തുള്ളതൊക്കെ നമുക്ക് ഇത് വെച്ചിട്ടൊക്കെ അങ്ങോട്ടൊക്കെ മാറ്റാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന എക്യുപ്മെന്റുകൾ. ഈ എക്യുപ്മെന്റുകൾ when it is used for one patient, we cannot use it for another patient before sterilizing.
സാനിറ്റൈസിങ്. മറ്റൊരു ആൾക്ക് വേണ്ടി നമുക്ക് ഇതേ എക്യുപ്മെന്റുകളൊക്കെ വീണ്ടും ഉപയോഗിക്കേണ്ടി വരും. അത് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അതിനെ സ്റ്റെറിലൈസ് ചെയ്യാതെ പേഷ്യൻസിന് ഉപയോഗിക്കാൻ പാടില്ല. ബിക്കോസ് ഇറ്റ് വിൽ ലീഡ് ടു കണ്ടാമിനേഷൻ ഓഫ് ഡിസീസസ്. ഒരാളിലുള്ള രോഗങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റൊരാളിലേക്കും പകരാനായിട്ടുള്ള സാധ്യതകൾ പ്രോബബിലിറ്റീസ് കൂടുതലാണ്. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ഇറ്റ്, ഇത്തരം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വലിയ എന്താ പറയാ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിനെയൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഓരോ സമയവും അതിനുള്ള പ്രത്യേകം പ്രൊസീജിയേഴ്സ് ഹോസ്പിറ്റൽസിൽ തന്നെ ഉണ്ട്. ഓരോ ഹോസ്പിറ്റലിലുണ്ട്. ആ സമയങ്ങളിൽ ആ എക്യുപ്മെന്റുകൾ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം തന്നെ സ്റ്റെറിലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ എന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ഇറ്റ്, വീഡിയോ തന്നെ കാണാൻ സാധിക്കും. അതൊരു പർട്ടിക്കുലർ എൻട്രി പോയിന്റിൽ കൊണ്ടുവന്ന് തരംതിരിച്ച് ഓരോ ഇൻസ്ട്രുമെന്റ്സും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് ഓരോ ബോക്സുകളിലാക്കി ഒരു എൻട്രി പോർഷൻ ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. ഇത് അകത്തേക്ക് കയറി ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലൂടെ അത് സ്റ്റെറിലൈസ് ചെയ്ത് ആവശ്യത്തിന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എക്സിറ്റ് എന്ന് പറയുന്ന പോയിന്റിൽ കൂടി നമുക്ക് ഇതിനെല്ലാം റിസീവ് ചെയ്യാം. ഈ ഇങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യുന്നു, റെക്കോർഡിംഗ് അല്ലേ, അപ്പൊ ഇങ്ങനെ സ്വീകരിക്കുന്ന എല്ലാ എന്താ പറയാ നമ്മൾ ഒരു മിനിറ്റ്, somebody is knocking the door. യെസ്, അപ്പോ ആ ഒരു രീതിയിൽ എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്ത് കൃത്യമായിട്ട് വച്ച് അതിനെ ക്ലീൻ ചെയ്ത് ഇപ്പുറത്തേക്ക് വന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, CSSB ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന എക്യുപ്മെന്റ്സും ഇൻസ്ട്രുമെന്റ്സും ഉണ്ടോ അവിടേക്കൊക്കെ അതിനെ സപ്ലൈ ചെയ്യുക. സോ ദാറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് CSSB. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആണ് ടു കീപ് the equipments and instruments clean and sterilized to avoid spreading of diseases. രോഗങ്ങൾ പടരുന്നത് തടയാൻ വേണ്ടിയിട്ട് എക്യുപ്മെന്റുകളും ഇൻസ്ട്രുമെന്റുകളും സമയാസമയങ്ങളിൽ ക്ലീൻ ചെയ്തും സ്റ്റെറിലൈസ് ചെയ്തും ഉപയോഗിക്കാൻ എന്താ പറയാ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. They have to also follow the strict procedures according to the hospital while handling these equipments or instruments. ഇത്തരം ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. കാരണം ഇതൊക്കെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള വിലപിടിപ്പുള്ള ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യാണ്, ഇത് നമ്മൾ തോന്നിയ രീതിയിൽ ഇതിനെ സോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ തോന്നിയ രീതിയിൽ കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് അതിനെന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടം ഡാമേജ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ഹ്യൂജ് എമൗണ്ട് വീണ്ടും കൊടുത്ത് പുതിയതൊക്കെ വാങ്ങിക്കേണ്ടി വരും. സോ അതൊക്കെ ഹാൻഡിൽ ചെയ്ത് കെയർ ആണ്. അതിന് ഹോസ്പിറ്റലിന്റെ സ്ട്രിക്റ്റ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് വേണം CSSB-കാർ ഇതൊക്കെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാനും സ്റ്റെറിലൈസ് ചെയ്യാനും. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ക്ലിയർ ആണ്? ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ദിസ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദിസ് ഡിപ്പാർട്ട്മെന്റ് എന്നല്ല നമ്മൾ വായിക്കേണ്ടത്. വായിച്ചു പഠിക്കുമ്പോൾ CSSB ഡിപ്പാർട്ട്മെന്റ് എന്ന് ചേർത്ത് വായിക്കണം. നെക്സ്റ്റ് വൺ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അടുത്ത എന്താ, ഹൗസ് കീപ്പിംഗ്. എന്തിനു വേണ്ടിയിട്ടാ? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ ടു കീപ് ദ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ പ്രെമിസസ് നീറ്റ് ആൻഡ് ക്ലീൻ. ഹോസ്പിറ്റലിന്റെ ചുറ്റുപാടും ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തും ഒക്കെ വളരെ വൃത്തിയോടെ സൂക്ഷിക്കേണ്ടത്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ദാറ്റ് CSSB-യും ഹൗസ് കീപ്പിംഗും ഒന്നാണെന്ന് എന്താ പറയാ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്, തെറ്റിദ്ധരിക്കരുത്. CSSB അതല്ലല്ലോ. നീറ്റ് ആൻഡ് ക്ലീൻ അവിടെയും കണ്ടു, ഇപ്പത്തും നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നീറ്റ് ആക്കി വെക്കണം, ക്ലീൻ ചെയ്ത് വെക്കണം എന്നൊക്കെ. പക്ഷെ അവിടെ ഹോസ്പിറ്റലിൽ സർജറിയിലും മറ്റു പ്രൊസീജിയേഴ്സിലും ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റുകൾ എക്യുപ്മെന്റ് ആണ് ക്ലീൻ ചെയ്യുന്നത്. അതിനുവേണ്ടി ഓട്ടോമാറ്റിക് ഒരു സിസ്റ്റം തന്നെ വലിയ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അത്തരം ഹോസ്പിറ്റൽസിൽ അവരത് ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ പരിസരം, ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റുകൾ, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ റൂമുകള്, ഡോക്ടേഴ്സ് കൺസൾട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന റൂംസ്, ഹോസ്പിറ്റലിന്റെ എൻട്രൻസ്, അവിടെ തുടങ്ങി എല്ലാം മൊത്തം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എന്താ പറയാ കീപ്പ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ഓൾസോ ഫ്രം ദ റൂംസ് ഓഫ് ദ പേഷ്യൻസ് ഇഫ് ദേ ആർ കളക്ടിങ് സം ലിനൻസ്, അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഇൻപേഷ്യന്റ് ആയിരിക്കുന്ന രോഗികൾക്ക് കൊടുക്കുന്ന അവരുടെ ബെഡ് കവേഴ്സ്, പില്ലോ കവേഴ്സ്, അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ചില പേഷ്യൻസിന്
ഏതെങ്കിലുമൊക്കെ ചില ഓപ്പറേഷൻ തിയേറ്ററിൽ അവിടെയൊക്കെ പോകുമ്പോൾ അവർ അവിടുത്തെ ഒരു ക്ലോത്ത് കൊടുക്കും. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി നോൺ ആസ് ലിനൻ. അതിനെ നമ്മൾ ലിനൻ എന്നാ വിളിക്കുക ആ ക്ലോത്ത്സിനൊക്കെ. അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത്, നമുക്കറിയാലോ കുറെ ദിവസമൊക്കെ വർഷാവർഷമൊക്കെ അത് തന്നെയല്ല ഉപയോഗിക്കാം. അപ്പൊ ചിലപ്പോൾ 2-3 ദിവസം ആകുമ്പോ ഈ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസിന്റെ കൂടെ നമ്മൾ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കും. 2-3 ദിവസം കഴിയുമ്പോൾ അവരത് വന്ന് ചേഞ്ച് ചെയ്യും. ഇല്ലേ, ചേഞ്ച് ചെയ്യാറുണ്ടോ? നിങ്ങൾ അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? നമുക്ക് അപ്പൊ അതിൽ ചേഞ്ച് ചെയ്യും. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് ലോണ്ടറിനെ ഏൽപ്പിക്കണം. അത് ലോണ്ടറിക്ക് കൈമാറേണ്ടതും ഈ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. നമ്മൾ നമ്മളുടെ വീടുകളിലും അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ വീടിന്റെ തറയും മുറ്റമൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിൻഡോ പെയിൻ ഒക്കെ, അതായത് നമ്മുടെ വിൻഡോയിൽ ഇട്ടിരിക്കുന്ന കർട്ടൻസ് ഉണ്ടെങ്കിൽ അത്, ബെഡ് കവർ ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാ ദിവസവും ഒന്നുമല്ല, ഒരു 2 or 3 days 1 week ഒക്കെ ആവുമ്പോഴേക്കും, കൊച്ചുകുട്ടികളൊന്നും ഇല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് മാറ്റും. അത് മാറ്റി പുറത്തേക്ക് ആക്കിയിട്ടാണ് ബാക്കിയുള്ള ക്ലീനിങ് നടത്തുന്നത് അല്ലെ. അങ്ങനെയല്ല ചെയ്യാം. ലൈക്വൈസ് അതുപോലെ തന്നെ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് അതും എല്ലാം ചെയ്തിട്ട് ലോണ്ടറിക്ക് കൂടി ഏൽപ്പിക്കണം. ഓക്കെ. സോ ആൻഡ് ഓൾസോ വെൻ ദേ ആർ ഡിസ്പോസിങ് ദ വേസ്റ്റ്, നമുക്കറിയാം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അവസാനം എന്തായിരിക്കും കിട്ടുക, ഒരുപാട് വേസ്റ്റ് കിട്ടും. ആൻഡ് ദാറ്റ് വേസ്റ്റ് ഷുഡ് ബി ഡിസ്പോസ്ഡ് അക്കോർഡിംഗ് ടു ദ സ്ട്രിക്ട് ഹോസ്പിറ്റൽ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഹോസ്പിറ്റലിന്റെ ഏത് രീതിയിലാണോ അവർ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം എല്ലാ ഹോസ്പിറ്റൽസിനും ഉണ്ടാവും. അവിടുത്തെ വേസ്റ്റ് എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യണം എന്നുള്ളത്, ആ ഹോസ്പിറ്റലിലെ വേസ്റ്റ് എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നുള്ള കൃത്യമായ റൂൾസ് പ്രകാരം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് ഇവിടെ നിന്ന് എല്ലാം കൂടി അടിച്ചു വാരി തൂത്ത് തുടച്ച് ഇവിടെ മാത്രം ക്ലീൻ ചെയ്തു ആൻഡ് ഇവിടെ നിന്ന് കിട്ടിയ വേസ്റ്റ് മുഴുവൻ ഹോസ്പിറ്റലിന്റെ ഏതെങ്കിലും മതിലിന്റെ മൂലത്ത് കൊണ്ടുപോയി കുന്നുകൂട്ടിയിട്ടാൽ അവിടെ എന്ത് വരും, പലതരത്തിലുള്ള ഇൻസെക്ട്സോ അല്ലെങ്കിൽ മറ്റ് ജന്തുക്കളോ വന്നിട്ട് ഇതൊക്കെ ആകെ നാശാക്കി അവിടെ നിന്ന് തന്നെ വീണ്ടും പല രോഗങ്ങളും സ്പ്രെഡ് ചെയ്യാൻ, എലി പോലെയുള്ള ജീവികളൊക്കെ വന്നിട്ട് ഇതൊക്കെ എന്താ പറയുക ഇതിനകത്തൊക്കെ കിടന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ അതുങ്ങൾ പെരുകും അല്ലെ. അപ്പൊ എലി കൊണ്ടുണ്ടാകുന്ന പല രോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പല രോഗങ്ങൾ വീണ്ടും ഉടലെടുക്കാനായിട്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുമ്പോൾ സ്ട്രിക്ട് ഹോസ്പിറ്റൽ പ്രൊസീജിയേഴ്സ് ഹാവ് ടു ബി ഫോളോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ഫസ്റ്റ് സെന്റൻസ് അവിടെയും അണ്ടർലൈൻ ചെയ്യാം. ഒറ്റ സെന്റൻസേ ഉള്ളൂ, ബിഗ് സെന്റൻസ് ആണെന്ന് മാത്രം. നെക്സ്റ്റ് വൺ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഓർ കാറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓർ ക്യാൻറ്റീൻ എന്നൊക്കെ പറയാം. നമുക്ക് കാറ്ററിംഗ് സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഫുഡ് സപ്ലൈ ചെയ്യുന്നവരെയാണ് നമ്മൾ കാറ്ററിംഗ് എന്ന് വിളിക്കുക. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് അതിന്റെ ഒരു മറ്റൊരു പേര്. See, this department provides food for the patients, their bystanders, family members, even the staff. ഹോസ്പിറ്റലിൽ ഉള്ള ഇൻപേഷ്യന്റ് ആയിട്ടുള്ള അവർക്കും അവരെ നോക്കാൻ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിനോ ഫാമിലി മെമ്പേഴ്സോ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരൊക്കെയാണോ അവരും, പിന്നെ ഹോസ്പിറ്റലിന്റെ തന്നെ സ്റ്റാഫുകളും ഈ പറയുന്ന എന്താ പറയാ ക്യാൻറ്റീനെ ഡിപ്പെൻഡ് ചെയ്ത് ഫുഡ് കഴിക്കുന്നവരുണ്ട്. സോ അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ മെനു പ്രൊവൈഡഡ് ബൈ ദ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ്, ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഹാവ് ടു പ്രിപ്പയർ ഫുഡ്. ഇവിടെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തോന്നിയ പോലെ നമ്മളുടെ പുറത്ത് ഹോട്ടൽസിലോ റെസ്റ്റോറൻറ്റ്സിലോ കിട്ടുന്ന ഫുഡല്ല അവിടെ ഉണ്ടാക്കുന്നത് അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഏതെങ്കിലും പുറത്തുള്ള റെസ്റ്റോറന്റില് ഹോട്ടൽസിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഏത് ഫുഡും നമുക്ക് അവിടെ കിട്ടും. പക്ഷെ ക്യാൻറ്റീൻസിൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ബിക്കോസ് ദ ഫുഡ് ദർ പ്രിപ്പയർഡ് ഈസ് അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ്. ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു മെനു കൊടുക്കും. ഈ പ്രകാരമുള്ള ഫുഡാണ് അവിടെ ഉണ്ടാക്കേണ്ടത്. എന്ന് വെച്ചാൽ പേഷ്യൻസ് ആണ്, രോഗികൾക്കാണ്. രോഗികൾക്ക് കൊടുക്കേണ്ടി വരുമ്പോ അവർക്ക് കുറച്ച് ന്യൂട്രീഷനും ഇതൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഫുഡൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ മെനു പ്രകാരം അവിടെ ഓരോ ദിവസവും ഓരോ ഡിപ്പാർട്ട്മെന്റ്, ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവർ പ്രൊവൈഡ് ചെയ്യും ഇന്ന ഫുഡ് ഇന്ന ദിവസം, മൺഡേയിൽ ഇന്ന ഫുഡ്, ഇതാണ് ഇതിന്റെ മെനു, ട്യൂസ്ഡേയിൽ ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഉണ്ടാകും. സോ അതനുസരിച്ച് അവിടെ എന്ത് ചെയ്യുന്നു, അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. ഈ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറ്റീഷ്യൻ എന്ന് വെച്ചാൽ അതിന്റെ എന്താ പറയാ ഡയറ്റ് ഒക്കെ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്ന അവരെയാണ് നമ്മള് ഡയറ്റീഷ്യൻ വിളിക്കുക. സോ ഏത് ഫുഡ് എങ്ങനെ കഴിക്കണം എന്നുള്ളത് അത് എല്ലാ പേഷ്യൻസിനും കൂടി കോമൺ ആയിട്ടുള്ള രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഫുഡ് ആയിരിക്കും അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ദിസ് ഡയറ്റീഷ്യൻ വിൽ ബി ദ മെമ്പർ ഓഫ് ഹെൽത്ത് ടീം. ഇവിടെ ഹോസ്പിറ്റൽസിന്റെ തന്നെ ഹെൽത്ത് ടീമിൽ ഒരംഗമാണ് ആ ഡയറ്റീഷ്യൻ. ആ ഡയറ്റീഷ്യൻ എന്ത് ചെയ്യുന്നു, ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യും. സോ എന്ത് ചെയ്യും, അക്കോർഡിംഗ് ടു ഹിം, അതായത് നമ്മുടെ ഡയറ്റീഷ്യൻ പ്രകാരം. അപ്പൊ ഡയറ്റീഷ്യന് ആ ഒരു ഹെൽത്ത് ടീമുമായിട്ട് ഒരു ക്ലോസ് റിലേഷൻ ഉണ്ട്, ബന്ധമുണ്ട്. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു മേക്ക് എ മീറ്റിംഗ്, അതായത് ഇടയ്ക്കിടയ്ക്ക് പേഷ്യൻസിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാനൊക്കെ വേണ്ടി ഒരു മീറ്റിംഗ് ഒക്കെ അവിടുത്തെ പേഴ്സണൽസുമായിട്ട് അവിടുത്തെ ജോലിക്കാരുമായിട്ടൊക്കെ കൂടി ആലോചിച്ച് എന്തൊക്കെ ഫുഡ് എങ്ങനെയൊക്കെ മാറ്റമൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ അതവര് ആ ഒരു മീറ്റിംഗിലൂടെയാണ് സംസാരിച്ച് തീരുമാനിച്ച് അതിനുവേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ കാറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രൊവൈഡ് ചെയ്യാം.
and the dietitian, maybe he or she, ആരാണോ അവര്, അത് ആണാകാം പെണ്ണാകാം, is responsible for ordering the supplies and also supervision of all staff who are engaged in catering or dietary. Dietary departmentil ജോലി ചെയ്യുന്ന ആളുകളെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യാനും അവരോട് ഇന്ന ഫുഡൊക്കെ സപ്ലൈ ചെയ്യണമെന്ന് ഓർഡർ ചെയ്യാനും ഒക്കെ നമ്മുടെ ഈ ഡയറ്റീഷ്യൻ ഡിപ്പാർട്ട്മെന്റിലെ ഡയറ്റീഷ്യന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ ഇന്ന ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കണം, ഇന്ന റൂമുകളിൽ ഇന്ന പേഷ്യൻസിനെ കൊടുക്കണമെന്ന് അത് ഓർഡർ ചെയ്യാം. കൂടാതെ ആ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡില്ലേ, അത് എവിടെയാണോ അത് ഉണ്ടാക്കുന്ന സ്ഥലം, നമുക്കറിയാം ഏറ്റവും വൃത്തികേടാകുന്ന ഒരിടം കിച്ചണാണ്. ഏറ്റവും വൃത്തിയാക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരിടവും കിച്ചൺ തന്നെയാണ്, അല്ലെ? നമ്മുടെ വീട്ടിലെ ആണോ അല്ലേ? പറയേ. യെസ്, ഏറ്റവും വൃത്തികേടാകുന്നത് എപ്പോഴും കിച്ചണായിരിക്കും. കാരണം എപ്പോഴും നമ്മളിങ്ങനെ ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പൊ ഓരോ പാത്രങ്ങളും ഡിഷൊക്കെ എടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നു, പിന്നെ എന്താ പറയാ എല്ലാം, അപ്പൊ എപ്പോഴും നമ്മൾ വൃത്തിയില്ലാതിരിക്കും. പക്ഷേ ആ പേഴ്സൺ ഹു ഇസ് ഹാൻഡ്ലിംഗ് ദ കിച്ചൺ, ആളുടെ കയ്യിലാണ് അതിന്റെ ക്ലെൻലിനെസ് ഇരിക്കുന്നത്. എത്രത്തോളം ശുചിത്വമായിട്ട് ഹൈജീനായിട്ട് അത് ഉണ്ടാക്കണം എന്നുള്ളത് അതില് ആ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ആരാണോ അത് ഹാൻഡിൽ ചെയ്യുന്നത് അവരാണ്, അവരുടെ കയ്യിലാണ് അത്. ഓക്കെ, അപ്പൊ എപ്പോഴും വൃത്തിയോടെ അത് പാകം ചെയ്യണം. അത് പാകം ചെയ്യുന്നത് വൃത്തിയോടെയാണോ ഹൈജീനിക് ആയിട്ടാണോ എന്നും സൂപ്പർവൈസ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണത് കേട്ടോ. ഇവര് പോയി ഭക്ഷണമൊന്നും തയ്യാറാക്കണ്ട, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്താൽ മതി. അവിടെ പോയിട്ട് അവര് ജോലി ചെയ്യുന്ന ആൾക്കാര്, നമ്മൾ ഒരു ജോലി ചെയ്ത് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മളുടെ ഉടുപ്പിലൊക്കെ എന്താ പറയാ വെള്ളവും അതൊക്കെ വീട്. അപ്പൊ അത് പുറത്തുനിന്ന് വരുന്ന ആളുകൾ നമ്മളിങ്ങനെ ഒരു എന്താ പറയാ ഒട്ടും ഹൈജീനിക് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മളെ കാണുകയാണെങ്കിൽ അവർക്ക് ആ ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു ഇഷ്ടം തോന്നുമോ? ഇല്ല. അതായത് ആ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ആരാണ് അത് കൊണ്ടുവന്ന് നമുക്ക് സപ്ലൈ ചെയ്യുന്നത് അവരുടെയും കൂടിയും ആ ഒരു അപ്പിയറൻസ് കൂടിയാണ് നമ്മൾ എത്രത്തോളം ആ ഫുഡ് കഴിക്കും എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ ആണോ എന്നുകൂടി ഉറപ്പുവരുത്തണം. ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതും തുടങ്ങി ഫുഡ് ഡെലിവർ ചെയ്തത് വരെ ഉള്ള ആ ഒരു മാല, ആ ഒരു കണ്ണി ഉണ്ടല്ലോ കണക്ട് ചെയ്ത്, അത് മുഴുവനും ഹൈജീനിക് ആയിട്ടുള്ള ആളുകളാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ മോണിറ്റർ ചെയ്യേണ്ടതും ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? ക്ലിയർ? യെസ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം, അപ് ടു ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് വരെ. അതിന്റെ അടുത്ത സെന്റൻസും ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് മെമ്പർ ഓഫ് ഹെൽത്ത് ടീം ആൻഡ് വർക്ക്സ് ക്ലോസ്ലി വിത്ത് നഴ്സിംഗ് പേഴ്സണൽസ്, അവിടെ വരെ മതി, നഴ്സിംഗ് പേഴ്സണൽസ് വരെ. ഓക്കെ, അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ ആയതുകൊണ്ട് വേഗം വേഗം വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പറഞ്ഞോട്ടെ അടുത്തത്. നെക്സ്റ്റ് വൺ മെഡിക്കൽ സോഷ്യൽ വർക്ക് ആണ്. ഓക്കെ, മെഡിക്കൽ സോഷ്യൽ വർക്ക്, MSW എന്ന് കേട്ടിട്ടുണ്ടോ? ഇറ്റ്സ് എ കോഴ്സ്. ഇതൊരു കോഴ്സ് തന്നെയാണ് നമ്മളിപ്പോ പഠിക്കുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ്. അതുപോലെ ഒരുപാട് ഇന്ന് എന്താ പറയാ, ഇന്ന് ഒത്തിരി പണ്ടത്തെ ആളുകളെ പോലെ ഒന്നുമല്ല. നമ്മളൊക്കെ ഉണ്ടായിരുന്ന നമ്മൾ മീൻസ് ഞാനൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ, അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലുള്ളത് പോലെയല്ല. ഇപ്പൊ ഒരുപാട് കോഴ്സുകളുണ്ട്, ഒരുപാട് എന്താ പറയാ മേഖലകളിലേക്ക് കുട്ടികൾക്ക് തിരിഞ്ഞ് ചോയ്സ് ഉണ്ട്. അവർക്ക് അത് അന്വേഷിച്ച് കണ്ടെത്താൻ പാരന്റ്സിന്റെ ഒന്ന് സപ്പോർട്ടോ അല്ലെങ്കിൽ അവർ ഐഡിയ പറഞ്ഞു കൊടുക്കണം. ദേ ഹാവ് ദെയർ ഓൺ ഐഡിയ കുട്ടികൾക്ക് ഉണ്ട്. കാരണം അവർ ഡെയിലി ഓരോ കോഴ്സുകളെയും കുറിച്ചിട്ട് ഇപ്പൊ SSLC കഴിഞ്ഞു, +2 കഴിയുമ്പോഴേക്കും കുട്ടികൾ തന്നെ ചിന്തിക്കും, എന്താ പറയാ ഏതിലേക്ക് ഞാൻ തിരിയണം, ഏത് മേഖലകളിലേക്ക് തിരിയണം, എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഈസി ആയിട്ട് തോന്നുന്ന ഒരു ഇത് ഇന്നതായിരിക്കും എന്ന് അവർക്ക് ചൂസ് ചെയ്യാനുള്ള മീഡിയാസും ഉണ്ട്. അത് പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് മീഡിയാസും ഉണ്ട്. ആൻഡ് ഓൾസോ ദേ ഹാവ് ഓപ്പർച്യൂണിറ്റീസ്, അതിനുള്ള അവസരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. പണ്ട് കാലത്ത് അങ്ങനെയല്ല, നമുക്ക് ഒന്നും അറിയില്ല, അപ്പൊ നമ്മുടെ പാരന്റ്സ് തന്നെ നമുക്ക് പറഞ്ഞു തരണം. പക്ഷേ ഇഫ് ദേ ആർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്, പാരന്റ്സിന് അതിനുള്ള കഴിവില്ല, അവർക്ക് നമ്മൾ ഏത് മേഖലയിലേക്ക് തിരിയണം, ഇന്നത് പഠിക്ക് എന്നൊക്കെ പറഞ്ഞു തരാൻ അവർക്കും കഴിവില്ല എങ്കിൽ എന്ത് പറ്റും? നമ്മളൊരു ആരെങ്കിലുമൊക്കെ പണ്ട് വരച്ചു വെച്ചേക്കണം ഒരു വരയും കൂടി അങ്ങോട്ട് നീങ്ങും. ഇത് കഴിഞ്ഞ 10 കഴിഞ്ഞാൽ +1 +2, അത് കഴിഞ്ഞ് +1 +2 സയൻസ് ആണ് എടുത്തെങ്കിൽ വേഗം തന്നെ എന്താ പറയാ BSc പോവുക. കോമേഴ്സ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ വേഗം തന്നെ നമ്മൾ എന്ത് ചെയ്യാം BCom എടുക്കുക. അങ്ങനെ ഒരു പാത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പാതയെ കൂടി ഇങ്ങനെ നമ്മൾ ചാടി മുന്നോട്ട് പോകും. BCom കഴിഞ്ഞാൽ MCom, അല്ലെ BSc കഴിഞ്ഞാൽ MSc, BA കഴിഞ്ഞാൽ MA, അങ്ങനെ ആ ഒരു വെട്ടിവെച്ചേക്കണ ആ ഒരു പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇവിടെ കുട്ടികൾ ദേ ആർ ചൂസിങ് നിങ്ങളെ പോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകൾ, ദാറ്റ് മീൻസ് ഷോർട്ട് ടേം പീരീഡിലുള്ള കോഴ്സുകൾ
കൂടുതൽ നമുക്ക് ജോലി സാധ്യതകളുള്ളത് ഇതിനെയൊക്കെ ചൂസ് ചെയ്യാനായിട്ട് ഇന്ന് അവർക്ക് അറിയാം. അപ്പൊ അവർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് അവർ കേപ്പബിൾ ആണ്. അതുപോലെയുള്ള ഒരു കോഴ്സാണ് MSW, സോഷ്യൽ വർക്ക്, സാമൂഹിക പ്രവർത്തനം. ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടന്റ് തിങ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലും ഈ MSW എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. The people those who are going to the hospital with any illness or injuries, ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ഇഞ്ചുറീസ് അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ mentally we are already down. നമുക്കറിയാം ഒരു അവസ്ഥയിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകും, നമ്മൾ മെന്റൽ ഡൗൺ ആയിട്ടാണ് അല്ലെ, മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക്. കാരണം ഒരു രോഗമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും എന്താ ഈ പനി എന്നും പറഞ്ഞ് ചെല്ലുന്നു, ഡോക്ടർ പറയുന്നു ആ ടെസ്റ്റ് ചെയ്ത് ഇനിയിപ്പോ വേറെ എന്തെങ്കിലും രോഗം ഉണ്ടോന്ന് അവ ദൈവമേ റിസൾട്ട് വരുന്നത് വരെ നമുക്ക് ടെൻഷനാണ്. ആണല്ലോ, ഇല്ലേ? നിങ്ങൾക്കൊന്നും ഇല്ലേ? ഒക്കെ ഉണ്ട്. അതായത് മിക്കവാറും ഹോസ്പിറ്റലിൽ പോവില്ല, എന്തെങ്കിലും നമ്മളെല്ലാം ഡോക്ടർ ആകുന്നൊക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യാം. ഒരു പരിധി വരെയൊക്കെ നമ്മൾ അതിനെ പിടിച്ചു നിർത്തും. പക്ഷെ അത് ശരിയല്ല കേട്ടോ, അത് തെറ്റായ രീതിയാണ്. യു ഹാവ് എനി ഇൽനെസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്യാം. സോ ആസ് സൂൺ ആസ് പോസിബിൾ ഇഫ് യു ആർ ഫൈൻഡിങ് വാട്ട് ഈസ് ദ റീസൺ ഓർ വാട്ട് ഈസ് ദ ഇൽനെസ്, വി ക്യാൻ ടേക്ക് ട്രീറ്റ്മെന്റ് അല്ലെ. ഏറ്റവും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു രോഗമുണ്ട് അത് ഉണ്ടെന്ന് ഏർലി സ്റ്റേജിൽ നമുക്ക് കണ്ടെത്താനാണെങ്കിൽ അതിനെ ക്യൂർ ചെയ്യാനുള്ള പോസിബിലിറ്റീസും അതനുസരിച്ച് കൂടും അല്ലെ. ഏറ്റവും നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ അതിനെ ക്യൂർ ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടും. അതേസമയം നമ്മൾ കണ്ടെത്തുന്നത് വളരെ വൈകിയാണെങ്കിൽ അത് ക്യൂർ ചെയ്യാനുള്ള പോസിബിലിറ്റി അതനുസരിച്ച് താഴേക്ക് പോകും. ഓക്കെ, ആ ഗ്രാഫ് അങ്ങനെയാണ്, ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് അതിനുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്കറിയാം രോഗം വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ ഭയങ്കരമായിട്ട് മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് പോകുന്നത്. പൈസയുടേതായ ബുദ്ധിമുട്ടുണ്ടാകാം, എത്ര രൂപയ്ക്കാവോ, എത്ര വലിയ ഫണ്ട് വരുമോ എന്നൊക്കെ വലിയ വലിയ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ആയിട്ട് പോകുമ്പോ ഇപ്പൊ ഫാമിലി മെമ്പേഴ്സും ഈവൻ പേഷ്യൻസ് ചിലപ്പോ എന്താ കോൺഷ്യസ് ആണെങ്കിൽ ആളും അറിയും, അയ്യോ എനിക്ക് ഇങ്ങനെ രോഗമുണ്ട്, അന്ന് ആ ഒരു ബുദ്ധിമുട്ടിൽ അങ്ങോട്ട് ചെല്ലട്ടെ. ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും നമ്മൾ മനസ്സിൽ വെച്ചിട്ട് അങ്ങോട്ട് ചെല്ലട്ടെ. അവിടെ ചെല്ലുമ്പോ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് അറിയില്ല എന്താ ചെയ്യട്ടെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു വലിയ രോഗം വന്നു, പെട്ടെന്ന് യു ഹാവ് ടു അക്വയർ സം ബ്ലഡ് ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ബ്ലഡ് വേണം എന്ന് നമ്മളോട് പറയുന്നു. പെട്ടെന്ന് ഒരു സർജറി വേണം, പെട്ടെന്ന് ബ്ലഡ് വേണം. സോ വിൽ ബി നമ്മുടെ സ്ട്രെസ് എന്ത് ചെയ്യും, കൂടും. വിൽ ബി പാനിക്, നമുക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എന്താ ചെയ്യേണ്ടത്? ചില ആളുകൾക്ക് അന്നേരം നിന്ന് എന്താ പറയാ ഭയങ്കര ഷോക്കായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സോ അതുപോലെ അതൊരു എക്സാമ്പിൾ മാത്രം പറയാം, വൺ എക്സാമ്പിൾ. ചില ആളുകൾക്ക് ഇൻഷുറൻസ് ഉണ്ട്, നമ്മൾ ഇൻഷുറൻസ് എടുത്തേക്കുന്ന ആളാണ്, മെഡിക്കൽ ക്ലെയിം ഉള്ള ആളാണ്, ഹോസ്പിറ്റലിൽ ചെന്നു ഹ്യൂജ് എമൗണ്ട് ആണ് പറയുന്നു, മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനി ഇത് അറിയിക്കണം, ഇന്നൊരു രോഗമായിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. സോ ബട്ട് ഹി ഡോണ്ട് നോ ഹൗ ടു ഡു ഇറ്റ്. ഇതെങ്ങനെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യും എന്ന ആൾക്കറിയില്ല. സച്ച് പല രീതിയിലുള്ള ഇങ്ങനത്തെ സൈക്കോ സോഷ്യൽ ഇഷ്യൂസ് ആർ ഫേസ്ഡ് ബൈ ദ പേഷ്യൻസ് ഓർ ഫാമിലി മെമ്പേഴ്സ്. ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന പേഷ്യൻസോ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ ഉണ്ട്. ഇവരെ പോലെയുള്ളവരെ ഇത്തരം എന്താ പറയാ മാനസിക ബുദ്ധിമുട്ടുകള് പല രീതിയിലും ഹോസ്പിറ്റൽസിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഫേസ് ചെയ്യുന്നവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ്, അതിനെയാണ് നമ്മൾ മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് എന്ന് വിളിക്കാം. സോ അത് ഇന്ന് എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ട്. സോ അപ്പൊ എന്ത് പറ്റും, നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഇൽനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ വന്ന് നമുക്ക് വേണ്ട സഹായിക്കണം. ഫിനാൻഷ്യൽ അസിസ്റ്റൻസിനേക്കാൾ നമുക്കറിയാം സാമ്പത്തിക സഹായത്തെക്കാൾ ചില സമയങ്ങളിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് എന്താ, ഒരു സപ്പോർട്ടാണ്, മറ്റുള്ളവരുടെ സപ്പോർട്ടാണ് അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കാശ് കൊണ്ടുള്ള സഹായമല്ല, മറ്റു പല സഹായങ്ങളും, അതായത് വ്യക്തികളെ ഏതെങ്കിലും രീതിയിൽ അവരുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന, അവർക്കൊരു എന്താ പറയാ ഒരു ആശ്വാസം, റിലീഫ് കൊടുക്കാൻ വേണ്ടി ഒരു ചില സപ്പോർട്ട് ചില സമയത്ത് ആവശ്യം വരും, കാശല്ല. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള സപ്പോർട്ടുകളൊക്കെ കൊടുക്കുന്ന ഒരു ടീം, അത് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് MSW. ഇന്ന് നമ്മളുടെ ഒരുപാട് കുട്ടികൾ ഇതൊക്കെ പഠിക്കുന്നുണ്ട്, പുറത്തൊക്കെ ജോലിക്കായിട്ടൊക്കെ ഇതിനു വേണ്ടി പോകുന്നുണ്ട്. ഇതൊക്കെ പുറത്തൊക്കെ ഒത്തിരി ആവശ്യമുള്ള സാധനമാണ്. കാരണം ഹോസ്പിറ്റൽസിൽ വരുന്ന ആളുകൾക്ക് ഈ പോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അവരോട് ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഫിനാൻഷ്യൽ അസിസ്റ്റൻസിനേക്കാൾ ഉപരി മറ്റ് സഹായങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാ ചെയ്യേണ്ടത്, ദിസ് ഈസ് ദ വേ ഓഫ് ഗോയിങ് ഹിയർ, ദിസ് ഈസ് ദ വേ ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് താഴെ മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എന്താ പറയാ സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ MSW അല്ലെങ്കിൽ മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഇസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ഡോക്ടേഴ്സ് ആൻഡ് ദ
family members or individuals or the community of പേഷ്യൻസിന്റെ സമൂഹം അല്ലെങ്കിൽ എന്താ പറയുക പേഷ്യൻസിന്റെ ഫാമിലി മെമ്പേഴ്സ് ഇവരും പിന്നെ ഡോക്ടർമാരും തമ്മിലുള്ള ഒരു പാലം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മുടെ MSW പറയാം. ക്ലിയർ ആയോ? മനസ്സിലായോ? എനി ഡൗട്ട്? ക്ലിയർ ആണെങ്കിൽ വേഗം പറയാ. ഓൾറെഡി നമ്മുടെ 2 ക്ലാസ് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ് മെയിൻറ്റെയിനിങ് ഹെൽത്ത് വരെ അണ്ടർലൈൻ ചെയ്യാം. ആൻഡ് ഓൾസോ അത് കഴിഞ്ഞ ഒരു കുഞ്ഞു പാരഗ്രാഫ് പോലെയാണ് ഇൻക്രീസ് ആക്സസിബിലിറ്റി ടു ഹെൽത്ത് കെയർ ആൻഡ് സർവീസ് അതായത് ഹെൽത്ത് കെയറിന്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ആക്സസിബിലിറ്റി, അതായത് എത്രത്തോളം നമുക്ക് ഇപ്പൊ അങ്ങനെ MSW ഒക്കെ ഉള്ള ഹോസ്പിറ്റൽസിലേക്ക് വീണ്ടും ആളുകൾക്ക് വരാനുള്ള ഒരു ആഗ്രഹം വരും. കാരണം എന്താണെന്ന് അറിയുമോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരം സൈക്കോ സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കൊരു മൈൻഡിൽ ഒരു ഇതുണ്ട്, അവർ നമ്മളെ സഹായിച്ചോളും, കുഴപ്പമില്ല, കണ്ടോ. അപ്പൊ ഒരുപാട് പേഷ്യൻസിനെ നമുക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇവരൊരു പാലം പോലെ, ആരൊക്കെ തമ്മിലുള്ള പാലം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? 2 കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ബ്രിഡ്ജിന്റെ ഉപയോഗം. അതാണ് ഇവിടെ ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ഒരറ്റത്ത്, ഇപ്പുറത്ത് പേഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഒരു ഗ്രൂപ്പ്, ഒരു കമ്മ്യൂണിറ്റി, ഒരു സമൂഹം, ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഒരു പാലമായിട്ടാണ് MSW എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റൽസിലുള്ളത്. റൈറ്റ്, ആ ഒരു സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫിസിയോതെറാപ്പി. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ്, അടുത്ത സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹോസ്പിറ്റലാണ് ഫിസിയോതെറാപ്പി. ഇതെന്താണ്? ഇതൊരു റിഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് പേഷ്യൻസിനെയൊക്കെ കിടത്തി ഒക്കെ ചികിത്സിക്കുകയല്ല. ചികിത്സ മീൻസ് നമ്മുടെ ഹോസ്പിറ്റൽസിൽ കൊടുക്കുന്ന പോലത്തെ മരുന്ന് കൊടുക്കുന്നു, ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, അതല്ലാതെ പേഷ്യൻസിനെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് കിടത്തിയൊക്കെ അവർക്ക് പല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇത് മോസ്റ്റ്ലി ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ലിങ്ക്ഡ് വിത്ത് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം ഇതൊരു ഓർത്തോ വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓർത്തോ മീൻസ് അറിയാലോ, മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മളുടെ മസിൽസ്, സ്കെലിറ്റൺ, അസ്ഥി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ഓർത്തോപെഡിക്സ്. ആ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി. കാരണം നമുക്ക് എവിടെന്നെങ്കിലൊക്കെ മുകളിൽ നിന്ന് വീണു, അല്ലെങ്കിൽ പിള്ളേരൊക്കെ കളിച്ചിട്ട് വീണു, കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞു, നടു, ഇടുപ്പ് അവിടെയൊക്കെ ഒടിയോ ചർമ്മൊക്കെ വന്നു കഴിയുമ്പോ ട്രീറ്റ്മെന്റിന് ശേഷം അതൊക്കെ മരുന്നൊക്കെ കുറിച്ച് എല്ലൊക്കെ ജോയിനൊക്കെ ശരിയാക്കി, എല്ലുപൊട്ടലൊക്കെ ശരിയാക്കി പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം ചില അവിടുത്തെ ആ ഒരു ഇതിന് മസിൽസും ചിലപ്പോ ബോൺസിലും ഒക്കെ ചിലപ്പോ ചില വീക്ക്നെസ് സംഭവിച്ചിട്ടുണ്ടാവും. സോ അതിനെ നോർമൽ കണ്ടീഷൻസിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ചില ഹീറ്റിങ്ങോ ഇങ്ങനെയുള്ള ടാപ്പിങ്ങോ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആ മസിൽസിനെയും ബോൺസിനെയൊക്കെ നോർമൽ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ്. അത് കിടത്തിയോ ഇൻപേഷ്യന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ആയിട്ടോ ഒക്കെ വന്ന് നമുക്ക് ചെയ്യാം. ചിലർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നടക്കാനൊക്കെ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നടന്നു വന്ന് ഡെയിലി വന്ന് ആ ഒരു പർട്ടിക്കുലർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഡെയിലി വന്നത് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെയുള്ള ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടോ? നിങ്ങള് കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ആരെങ്കിലൊക്കെ കൊണ്ടുപോയതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഫിസിയോതെറാപ്പി അതാണ്. അപ്പൊ നമ്മളുടെ ആ എന്താ പറയാ വീണപ്പോഴുണ്ടാകുന്ന ആ ഒരു അപകടനിലയൊക്കെ തരണം ചെയ്തു. അതിനുശേഷം ഇപ്പൊ എല്ല് പൊട്ടുക അങ്ങനെയൊക്കെ കഴിഞ്ഞു, പ്ലാസ്റ്റർ ഇട്ടോ ബെൽറ്റ് ഇട്ടോ ഒക്കെ അതിനെയൊക്കെ നമ്മൾ ക്യൂർ ചെയ്തു. പക്ഷെ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വീണിട്ടുണ്ടാകുന്ന പല ഒടിവുകളും ചതവുകളൊക്കെ പിന്നീട് വീണ്ടും പെയിൻ ആയിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ അത് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. നടുവേദന, പണ്ട് വീണതിന്റെയാണേ എന്നൊക്കെ നമ്മൾ പറയില്ലേ. പക്ഷെ അതിനൊക്കെ നമുക്ക് അന്നത്തെ കാലത്തൊക്കെ, പണ്ട് കാലത്തൊക്കെ ഇത് എത്രത്തോളം എന്താ പറയാ എത്രത്തോളം ഫെമിലിയർ ആയിരുന്നു, ആളുകൾക്ക് പോപ്പുലർ ആയിരുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇന്ന് ആളുകളൊക്കെ ഇത്തരം ആഘാതത്തിൽ നിന്നുണ്ടാകുന്ന വീഴ്ചയിൽ നിന്നൊക്കെ ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് തന്നെ സജസ്റ്റ് ചെയ്യും. ഇത്ര ദിവസം, 2 ദിവസമോ 3 ദിവസമോ ഒക്കെ ആ തെറാപ്പി ട്രീറ്റ്മെന്റ് കൂടി പ്രൊവൈഡ് ചെയ്യാൻ പറയും. സോ പിന്നീട് ഉണ്ടാകുന്ന പല ഇത്തരം പെയിൻഫുൾ ഡിസ്റ്റർബൻസിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. അപ്പോ നമ്മളുടെ അതിനകത്ത് ഫസ്റ്റും സെക്കൻഡും സെന്റൻസും നോർമൽ ഫംഗ്ഷനിങ് എന്ന് പറയുന്ന ഭാഗം വരെ അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. ഓക്കെ, അടുത്ത് പറഞ്ഞോട്ടെ. ഫാർമസി പറയട്ടെ. Okay, next department is
pharmacy. We know every hospital have a well-equipped pharmacy. തീർച്ചയായിട്ടും എല്ലാ ഹോസ്പിറ്റലിലും വേണ്ട ഒരു സാധനം, മറ്റൊന്നും ഇല്ലെങ്കിലും എല്ലാ ഹോസ്പിറ്റൽസിലും വേണ്ട ഒരു എന്താ പറയാ എക്യുപ്ഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളോടും കൂടിയ ഒരു ഫാർമസി എല്ലാ ഹോസ്പിറ്റലിലും വേണം. എല്ലാ തരത്തിലുള്ള സജ്ജീകരണം എന്ന് പറയുമ്പോൾ ഫാർമസിയിൽ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് എന്താ? ഡ്രഗ്സ്, മരുന്നുകളാണ്, മെഡിസിൻസ് ഒക്കെ. അതുപോലെ തന്നെ അത് കുടിക്കുന്നതായിക്കോട്ടെ, കഴിക്കുന്നതായിക്കോട്ടെ, ചില എന്താ പറയാ ചെറിയ ചെറിയ ഇൻസ്ട്രുമെന്റ്സ്, അതായത് ഫാർമാസ്യൂട്ടിക്കൽസ്, ഇത് എന്താ പറയാ നമ്മൾ ഇന്ത്യയിൽ കഴിക്കുന്നതല്ലാതെ പുരട്ടുന്നത്, അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ചില എന്താ പറയാ ഇപ്പൊ കൈക്കൊക്കെ അതൊക്കെ വന്ന് ഇപ്പൊ ഇടുന്ന ബാൻഡേഡുകള്, എന്താ പറയാ അങ്ങനെയൊക്കെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സും നമുക്കറിയാം. മാസ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സിറിഞ്ച്, ഹോസ്പിറ്റലിലേക്ക് വേണ്ടതും പേഷ്യൻസിന് സപ്ലൈ ചെയ്യേണ്ടതുമായിട്ടുള്ള എല്ലാ ഫാർമാസ്യൂട്ടിക്കൽ എക്യുപ്മെന്റ്സും ഇൻസ്ട്രുമെന്റ്സും അതുപോലെ തന്നെ മെഡിസിൻസും ഡ്രഗ്സും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫാർമസി എന്ന് പറയുന്നത്. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമുക്ക് എന്തുണ്ട്, ഫാർമസി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഇതും എന്റെ തന്നെയാണ്, അതുകൊണ്ട് ഞങ്ങൾ അവിടെ വേറെ ഡീറ്റെയിൽ ആയിട്ട് അന്നേരം പറയും. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ നമുക്ക് അവിടെ അതാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഹോസ്പിറ്റൽ ഫാർമസിനെ കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. ദെൻ ഇവിടെ ഹോസ്പിറ്റൽസിലേക്ക് ഞാൻ പറഞ്ഞ പോലെ മെഡിസിൻസ് ഉണ്ട്, ഡ്രഗ്സ് ഉണ്ട്, ഫാർമാസ്യൂട്ടിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, സർജറീസിന് വേണ്ട എക്യുപ്മെന്റുകൾ ഉണ്ട്, മെനി തിങ്സ്. പേഷ്യൻസിന്റെ കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലം, അതാണ് ഫാർമസി. ആൻഡ് ദിസ് ഫാർമസി വിൽ ബി run by pharmacist. ഫാർമസിസ്റ്റുകളാണ് ഫാർമസിയെ കൈകാര്യം ചെയ്യുന്നത്. ചില ഹോസ്പിറ്റൽസ് അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ വലിപ്പവും ഇതൊക്കെ അനുസരിച്ച് എത്രയൊക്കെ ഫാർമസിസ്റ്റുകളൊക്കെ വേണമെന്നൊക്കെ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അവിടെ പഠിക്കാം, അന്നേരം നമ്മൾ ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ അതൊക്കെ അനുസരിച്ചിട്ടാണ് എത്ര ഹോസ്പിറ്റൽ ഇത്ര വലിപ്പമുള്ള അല്ലെങ്കിൽ ഇത്ര ബെഡ് വലിപ്പം എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിന്റെ ബിൽഡിങ്ങിന്റെ വലിപ്പമല്ല കേട്ടോ. ഹോസ്പിറ്റലിന്റെ വലിപ്പം നിശ്ചയിക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് അറിയാൻ പറ്റുമോ? എന്ന് പറയാമോ? ഹോസ്പിറ്റലിന്റെ വലിപ്പം നമ്മൾ നിശ്ചയിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു ഹോസ്പിറ്റലിന്റെ വലിപ്പം ആർക്കെങ്കിലും അറിയുമോ? വെറുതെ ചോദിച്ചതാണോ കേട്ടോ ഞാൻ അത് പറഞ്ഞപ്പോ. അക്കോർഡിംഗ് സൈസ് മീൻസ് എത്ര സ്റ്റോറിയുടെ ബിൽഡിംഗ് ആണ്, അല്ലെ? 5 നില കെട്ടിടാണോ, 2 നില കെട്ടിടാണോ, 1 നില കെട്ടിടാണോ, അതിനെയൊക്കെ നോക്കിയിട്ട് മാത്രമാണോ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഹോസ്പിറ്റലിന്റെ സൈസ് നിർണ്ണയിക്കുന്നത് അതിന്റെ വലിപ്പത്തെ, അല്ലെങ്കിൽ അത് എത്രത്തോളം ഏത് രീതിയിലുള്ള ഹോസ്പിറ്റലാണ് നോക്കുന്നത് അതിന്റെ നമ്പർ ഓഫ് ബെഡ്സ് ആണ് കേട്ടോ. നമ്പർ ഓഫ് ബെഡ്സ് ആണ്. ഓക്കെ, യെസ്, കുറച്ച് പേര് ഉത്തരം പറഞ്ഞു. അതെ, എത്ര ബെഡുകൾ എന്താ പറയാ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പൊ എത്ര ഫാർമസിസ്റ്റുകൾ ഓരോ ഹോസ്പിറ്റലിലും നമ്പർ ഓഫ് ബെഡ്സിനനുസരിച്ച് വേണോ എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, അന്നേരം പഠിക്കാം. ഓക്കെ, ഇനി ഫാർമസിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഫാർമസി താഴെ പറയുന്ന ചില സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഫാർമസിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് 4 പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ടു സപ്ലൈ, പർച്ചേസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ മെഡിക്കേഷൻ ആൻഡ് ഓൾസോ ഫാർമസ്യൂട്ടിക്കൽസ്. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് മരുന്നുകൾ കൊടുക്കുക, മരുന്ന് മാത്രമല്ല മരുന്നല്ലാത്ത ചില ഉപകരണങ്ങളും അത് ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ വാങ്ങി വെക്കണം, അത് ഹോസ്പിറ്റലിലേക്ക് പല സ്ഥലത്തും സപ്ലൈ ചെയ്യണം, ഔട്ട് പേഷ്യന്റുകാർക്കും കൊടുക്കണം. ഇതാണ് പർച്ചേസ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് മെഡിസിൻസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. രണ്ടാമത്തെ എന്താ? ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ്. എല്ലാ ദിവസവും വന്ന് പോകുന്ന പേഷ്യൻസിനും മരുന്ന് കൊടുക്കുന്നത് ഫാർമസിയിൽ തന്നെയാണ്. ഹോസ്പിറ്റലിൽ അകത്ത് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഇൻപേഷ്യൻസിനും മെഡിസിൻ കൊടുക്കുന്നത് ഇതേ ഫാർമസിയിൽ തന്നെയാണ്. അപ്പൊ രണ്ടാമത്തെ സേവനം ഫാർമസിയിൽ നിന്ന് കിട്ടുന്നത് ഇൻപേഷ്യന്റ് ഡിസ്പെൻസിംഗ് കൊണ്ട്, ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിംഗ് കൊണ്ട്. ക്ലിയർ? മനസ്സിലായ? ഇനി ഹോസ്പിറ്റലിനകത്ത് 2 തരത്തിലുള്ള ഫാർമസി ഉണ്ട് കേട്ടോ. ഒന്ന് ക്ലിനിക്കൽ ഫാർമസി, 2 വാർഡ് ഫാർമസി. എന്ന് വെച്ചാൽ മെയിൻ ഫാർമസി എല്ലാവർക്കും മരുന്ന് സപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത്, ഇൻപേഷ്യൻസിന് ആയിക്കോട്ടെ ഔട്ട് പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നുകൾ കൊടുക്കുന്ന ഫാർമസി. അത് ഹോസ്പിറ്റലിൽ നമുക്ക് എവിടെയും വിസിബിൾ ആണ്, വിസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്, അല്ലേ? കാണാൻ പറ്റില്ല ഫാർമസി ഹെഡിങ് ഒക്കെ, സോറി പേരൊക്കെ ഇട്ടേക്കണേ പൂവ്. പക്ഷെ മറ്റേ ഫാർമസി ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റില്ല. ഈ വാർഡുകളൊക്കെ ഇല്ലേ, ഹോസ്പിറ്റലിന്റെ വാർഡൊക്കെ ഇല്ലേ, പേ വാർഡ് ഉണ്ട്, പിന്നെ മെറ്റേണിറ്റി വാർഡ് ഉണ്ട്, ഇങ്ങനത്തെ പല വാർഡുകളൊക്കെ ഉണ്ട്. ഈ വാർഡുകളുടെ അടുത്ത് തന്നെ ഒരു ചെറിയ കൗണ്ടർ പോലെ അവിടെ ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന നഴ്സസ് ആയിരിക്കും ഈ മരുന്നുകൾ കൊടുക്കുന്നത്. കാരണം അവിടത്തെ മരുന്ന് കൊടുക്കുന്നത് അവരുടെ വീട്ടിൽ നിന്നാണോ? അല്ല, നമ്മുടെ മെയിൻ ഫാർമസിയിൽ നിന്ന് ആ വാർഡിൽ കിടക്കുന്ന പേഷ്യൻസ് ആരൊക്കെയാണോ അവരുടെ പേരും മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ, അവരുടെ ID അല്ലെങ്കിൽ അവരുടെ ചാർട്ട് എടുത്ത് നോക്കി അന്ന് എന്തൊക്കെ മരുന്ന് പ്രൊവൈഡ് ചെയ്യുമെന്ന് നമ്മുടെ മെയിൻ ഫാർമസിയിൽ നിന്ന് കൊടുത്ത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഫ്രം ടൈം ടു ടൈം
എന്നിട്ട് അത് സമയാസമയങ്ങളിൽ അവിടെ കിടക്കുന്ന വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ക്ലിനിക്കൽ ഫാർമസിയും വാർഡ് ഫാർമസിയും ഒരു ഹോസ്പിറ്റലിനകത്ത് ഉണ്ടായിരിക്കും. വാർഡ് ഫാർമസി പക്ഷെ നമുക്ക് അത്ര പെട്ടെന്ന് കാണാൻ പറ്റില്ല. എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ വാർഡുകളുടെ അടുത്തൊക്കെ തന്നെ ഒന്ന് നോക്കിയാൽ കാണാം. ഒന്നോ രണ്ടോ നഴ്സസ് ആയിരിക്കും ചിലപ്പോ അത് അവിടെ ഉണ്ടാവുക. കണ്ടിട്ടുണ്ടോ? അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ചെറിയ കൗണ്ടർ പോലെ ഇല്ല? ഉണ്ട്. ഓക്കെ, ഇല്ലാന്ന് ഇല്ല, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇനി പോകുമ്പോ വാർഡുകളുടെ അടുത്തായിട്ട് കുറച്ചു പേരൊക്കെ കണ്ടെത്തും. വാർഡുകളുടെ ഏത് വാർഡാണെങ്കിലും, വാർഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, പല പേഷ്യൻസ് റൂമൊക്കെ സെപ്പറേറ്റ് എടുക്കാതെ കുറച്ച് എന്താ പറയാ ചിലപ്പോൾ 5-8 ബെഡൊക്കെ കിടക്കുന്ന ഒരു വലിയ റൂമിനകത്ത് ബെഡുകൾ ഇങ്ങനെ നമ്മൾ എന്താ പറയാ ഡോമറ്ററിയൊക്കെ പോലത്തെ സാധനമൊക്കെ അങ്ങനെയൊക്കെ കിടക്കുന്നത് അറിയാലോ, വാർഡ് അറിയാം. അതൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് സർവീസ്, അവസാനം ഫാർമസിയിൽ നേടുന്ന മറ്റൊരു സേവനം എന്താണെന്നറിയോ? അതാണ് അവിടെ ഇന്ത്യൻ സെന്റൻസ് വായിക്കാം. ഡോക്ടേഴ്സ് ആർ യൂഷ്വലി ഗിവൺ എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് മെഡിക്കേഷൻ ബൈ ദ ഫാർമസി ടു യൂസ് ആസ് എ ഗൈഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ നിന്ന് അവിടെ ഉള്ള മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഡോക്ടേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് എന്തിനാണത്? കാരണം ആ ഡോക്ടേഴ്സിന് ഇപ്പൊ തന്റെ മുമ്പിൽ വരുന്നത് ഇപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഡോക്ടറാണ്. അപ്പൊ ആളുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് മുഴുവനും ആരായിരിക്കും? ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവരായിരിക്കും. റൈറ്റ്, ശരിയല്ലേ? കാർഡിയോളജിസ്റ്റിന്റെ അടുത്ത് വരുന്നത് ആരാ? സാധാരണ എന്തെങ്കിലും പനിയായിട്ട് ഓടി നമ്മൾ കാർഡിയോളജിസ്റ്റിനെ കാണുമെന്നൊന്നും പറയാറില്ലല്ലോ. കുറെ പരിശോധനകളും ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് ആൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കാർഡിയോളജിസ്റ്റിലേക്ക് റെഫർ ചെയ്യുള്ളൂ ഫിസിഷ്യൻസ് ഒക്കെ. അപ്പൊ നമുക്കൊരു കാർഡിയോളജിസ്റ്റ് എന്ന് പറയുന്ന ഡോക്ടർക്ക് ആളുടെ മുന്നിൽ വരുന്ന പേഷ്യൻസ് ഏതൊക്കെ രൂപത്തിലുള്ളതായിരിക്കും എന്ന് പുള്ളിക്ക് ഒരു ഐഡിയ ഉണ്ട്. ബിക്കോസ് ഡോക്ടേഴ്സ് അവർക്കറിയാലോ ഇന്ന രോഗമൊക്കെ ആയിരിക്കാം ആളുകൾ വരുന്നത്. അപ്പൊ അതിന് വേണ്ട മരുന്നുകൾ എന്തൊക്കെയാണെന്ന് ഡോക്ടർമാർക്ക് അറിയണം. അപ്പൊ ആ വേണ്ട മരുന്നുകളൊക്കെ ഓൾറെഡി ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ ഉണ്ടായിരിക്കും. അത് എത്ര എണ്ണമൊക്കെ സ്റ്റോക്ക് ഉണ്ട്. ചിലപ്പോൾ കമ്പനി വ്യത്യാസം ഉണ്ടായിരിക്കും. സെയിം മെഡിസിൻ ഫ്രം ഡിഫറെന്റ് കമ്പനീസ് ആയിരിക്കും. അപ്പൊ ഇന്ന കമ്പനിയുടെ മരുന്ന് തീർന്നാൽ ഒബിയസ്ലി നമുക്കറിയാം മറ്റേ കമ്പനിയുടെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇന്ന മെഡിസിൻസ് ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു ഗൈഡ് പോലെ ഉപയോഗിക്കാൻ ആർക്ക് ഇൻഫർമേഷൻ കൊടുക്കും? ഫാർമസിയിൽ നിന്ന് ഡോക്ടേഴ്സിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കും. അപ്പൊ ഡോക്ടേഴ്സിന് അതൊരു ഗൈഡ് പോലെ ഉപയോഗിക്കാം. ഇന്ന മെഡിസിൻ അവിടെ ഉണ്ടല്ലോ, ഇവിടെ തന്നേക്കണ ലിസ്റ്റിലുണ്ട്, ഫാർമസിയിൽ മരുന്നുണ്ട്. സോ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന പേഷ്യന്റ് ഇതുമായി ബന്ധപ്പെട്ട രോഗമുള്ള ആൾക്കാണെങ്കിൽ ആ മരുന്നുകൾ കുറിക്കും. ക്ലിയർ ആയോ? ആ സെന്റൻസിന്റെ അർത്ഥം അതായത് നമുക്കിതൊരു മാനുവൽ പോലെ ഉപയോഗിക്കാവുന്ന, ഇത് ഉപയോഗിച്ച് മരുന്ന് കുറിക്കാവുന്ന, അതിന് ആര് കൊടുക്കും? ഫാർമസിന്ന് അതിന്റെ ഒരു ലിസ്റ്റ് ഈ ഡോക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് മരുന്ന് കുറിക്കണേ. ഇവിടെ ഈ ഫാർമസിക്കകത്ത് ഇല്ലാത്ത വല്ല മരുന്നും കുറിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തീരെ അത് അവിടെ കൊണ്ടുവരാത്ത ഏതെങ്കിലും ഒരു മരുന്നാണെങ്കിൽ നമ്മളോട് പറയും അത് മാത്രം പുറത്തുനിന്ന് വാങ്ങിക്കണോന്ന്. മനസ്സിലായ? ഒട്ടുമിക്ക ഹോസ്പിറ്റലിലും അവിടെ വരുന്ന പേഷ്യൻസ്, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസിന് പറ്റുന്ന ഒരു എന്താ പറയാ 95% ഓഫ് ദ മെഡിസിൻസ് വിൽ ബി ദർ. അവിടെ ഉണ്ടാവും. 95% മരുന്നുകൾ അവിടെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ ചില റെയർ കേസസിൽ ചില പെട്ടെന്ന് ഉണ്ടാകുന്ന ചില രോഗങ്ങളുടെ ചിലപ്പോൾ അവർക്ക് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഒരു റെയർ കേസസ് ആയിട്ട് വരുന്ന രോഗങ്ങളാണെങ്കിൽ മാത്രമേ അത്ര മെഡിസിൻ ചിലപ്പോൾ അവിടെ ഇല്ലാതിരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് വാങ്ങിക്കാൻ പറയും. അങ്ങനെയാണ് അല്ലേ? നിങ്ങൾ എല്ലാ മരുന്നുകളും നമുക്ക് മിക്കവാറും ഹോസ്പിറ്റൽസിൽ നിന്ന് തന്നെ കിട്ടുന്നില്ലേ? യെസ്, ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പോകാം. അതിൽ ആ 4 പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം കേട്ടോ. 4 പോയിന്റ് അണ്ടർലൈൻ ചെയ്യണം. ഫസ്റ്റ് സെന്റൻസ് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഫസ്റ്റ് സെന്റൻസ് മസ്റ്റ് ആണ്. കാരണം അത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് പറയണ്ടല്ലോ. ഫസ്റ്റ് സെന്റൻസും സെക്കൻഡ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അടുത്തത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്തായിരിക്കും? കേൾക്കുമ്പോ തന്നെ മനസ്സിലായില്ലേ? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? It records and maintains all the files, records of inpatient and also outpatient. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ഡെയിലി വന്ന് പോകുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ആയിട്ടുള്ളവരായിക്കോട്ടെ, ഇവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ്, റെക്കോർഡുകൾ, ഫയലുകൾ സൂക്ഷിക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, MRD എന്ന് നമ്മൾ അതിനെ ഷോർട്ട് ആയിട്ട് പറയും. ഓക്കെ, അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഇൻപേഷ്യന്റ് ആയിട്ട് വരുന്ന അവിടെ പേഷ്യൻസ് ആയിട്ട് വരുന്നു, രോഗത്തിന്റെ ഗൗരവം അനുസരിച്ച് ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യും. അവരുടെ സകല ഡീറ്റെയിൽസും അവിടെ എൻ്റർ ചെയ്ത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് വെക്കണം.
ഒരു ചെറിയ ഒരു അശ്രദ്ധ, ചിലപ്പോ എന്താ പറയുക, പേരൊക്കെ ഒരേപോലെ പേരുള്ള ഇഷ്ടംപോലെ രോഗികൾ ഒരു ഹോസ്പിറ്റലിൽ വരും. ഒരേ പേരും ഒരേ ഏജിലുമുള്ള ആളുകളും പിന്നെയും ഹോസ്പിറ്റലിൽ ഇഷ്ടം പോലെ വരും. പക്ഷെ എങ്ങനെ ഓരോ പേഷ്യന്റ് ഇന്ന ആളാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, വേർതിരിച്ചറിയാൻ പറ്റും, ആ രീതിയിൽ അതിനൊക്കെ ഫയലുകളാക്കി സേവ് ചെയ്യണം അല്ലെ? അല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ? ഇപ്പൊ എന്താ പറയാ, എന്തെങ്കിലും ഒരു പേര് ഉള്ള ഒരാള്, അരുൺ എന്ന് പേരുള്ള ഒരു എക്സാമ്പിൾ ആണല്ലോ, പേരുള്ള ഒരാള്, ചിലപ്പോ ആ ആൾക്ക് ചിലപ്പോ ഒരു 18 വയസ്സുള്ള കുട്ടിയാണെന്ന് വിചാരിക്കുക, അരുൺ. ഓക്കെ, പിന്നെ വേറെ ഒരാള് അരുൺ തന്നെ പേരുള്ള ചിലപ്പോ വേറെ ഒരാൾ വരികയാണ്, ചിലപ്പോ ആൾക്ക് 32 വയസ്സാണെന്ന് വിചാരിക്കാം. ഈ 2 പ്രായത്തിലുള്ള ആളുകൾ വന്നാലും ഒരേ പേരും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? റെക്കോർഡ് ചെയ്യുന്നതിൽ വ്യത്യാസം വന്ന് എന്താ പറയാ, കെയർ ചെയ്തില്ലെങ്കിൽ. അതാണ് പറഞ്ഞത്. ഓക്കെ, റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഇതാണ്. യെസ്, ഒരു സെക്കൻഡ്. ഓക്കെ, സോ ഈ റെക്കോർഡ്സ് എന്തിനാ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? വാട്ട് ഈസ് ദ റീസൺ ടു മെയിൻറ്റെയിൻ ദെയർ സ്റ്റാറ്റിസ്റ്റിക്സ്? അതായത് അവരുടെ കണക്കുകളൊക്കെ മര്യാദയ്ക്ക് സൂക്ഷിക്കാൻ. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ഈസ് യൂസ്ഡ് ഫോർ ദ ഫ്യൂച്ചർ റെഫറൻസസ്. എന്തിനു വേണ്ടിയിട്ടാ? ഭാവിയിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് റെഫർ ചെയ്യണം അല്ലെ? പല കാര്യങ്ങളും. ഇപ്പൊ ഏതെങ്കിലും ഒരു രോഗം വന്നു, ആ രോഗം വന്ന ഒരു പേഷ്യന്റിന്റെ കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം, സീരിയസ്. അപ്പൊ എന്തെങ്കിലും ഒരു അതേ രോഗം കുറെ നാളുകൾ ഇനി വേറൊരാൾക്ക് വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ടൊക്കെ ഒന്ന് നമുക്ക് റെഫർ ചെയ്യാൻ നോക്കാം, ഡോക്ടേഴ്സിനോ മറ്റുള്ളവർക്കൊക്കെ അങ്ങനെ റെഫർ ചെയ്യാനും ഈ റെക്കോർഡ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും എല്ലാ ഹോസ്പിറ്റൽസും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പേഷ്യൻസിന്റെ ഇൻപേഷ്യൻസ് ആസ് വെൽ ആസ് ഔട്ട് പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് സെന്റൻസ് വേണം, രണ്ടുമുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിന് വേണ്ടിയും ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയും മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? അടുത്ത പറഞ്ഞോട്ടെ. Okay, next one, medical maintenance and engineering. Medical maintenance, as the word indicated, maintenance department. There are different machines, equipments, electrical instruments, then air conditioning, plumbing. ഇങ്ങനത്തെ ഒരുപാട് മെറ്റീരിയൽസും മെഷീൻസും പല രീതിയിലുള്ള ടെക്നോളജീസും ഒക്കെ നമ്മുടെ ഹോസ്പിറ്റൽസിലുണ്ട് അല്ലെ? ഇപ്പൊ AC എന്ന് പറയുന്ന ഒരു എന്താ പറയാ സാധനമുണ്ട്, പിന്നെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റുകൾ ഉണ്ട്, മെഷീൻസ് പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഒരുപാട്. ഇതിനൊക്കെ കേടുപാടുകൾ സംഭവിക്കാം അല്ലെ? ഒരു സാധനം വാങ്ങിച്ചതുപോലെ തന്നെ അതേ രീതിയിൽ ഒരു 5 കൊല്ലം കഴിഞ്ഞാലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമോ? തീർച്ചയായിട്ടും ഇല്ല. അതിന് പല രീതിയിലും എന്താ പറയാ റിപ്പയർമെന്റുകൾ ആവശ്യം വരും. ചിലപ്പോഴൊക്കെ ബ്രേക്ക് ഡൗൺ ആവും. ഫോർ എക്സാമ്പിൾ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ എത്ര മെഷീൻസ് ഉപയോഗിക്കുന്നുണ്ട്. കേടാവാറിൽ ഇടയ്ക്ക് മിക്സി കാലത്ത് തന്നെ എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും ഒന്ന് ഗ്രൈൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും അത് പെട്ടെന്ന് സ്റ്റെപ്പായി നിൽക്കുന്നു, പ്രവർത്തിക്കുന്നില്ല. ഓക്കെ, സോ അങ്ങനെ അത് എവിടെയായിരുന്നാലും അത്തരം മെഷീൻസ് ആണ്, ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. പെട്ടെന്ന് ഇതിനൊക്കെ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺസ് സംഭവിക്കാം. സോ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ വീടുകളിലാണ് ഇത്തരം മെഷീൻസ് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആകുന്നതെങ്കിൽ ആ വീട്ടില് അന്നത്തെ ദിവസം കാലത്ത് പെട്ടെന്ന് എല്ലാം ഡിസ്റ്റർബ് ആവും അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നെട്ടോട്ടം മറ്റോട്ടൊക്കെ ആളുകൾ ഇറങ്ങുള്ളൂ. അതൊരു ഹോസ്പിറ്റലിലാവുന്ന സ്ഥിതി പിന്നെ പറയാനെന്തോ നോക്കിയേ. ഹോസ്പിറ്റലാവുമ്പോൾ നമുക്കറിയാം പേഷ്യൻസ് ഇങ്ങനെ ഓരോ ടൈമിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അവിടെ ഏതെങ്കിലും ഒരു മെഷീൻ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാർഡിയോളജി ഉപയോഗിക്കുന്ന ഏതെങ്കിലും TMT മെഷീനോ അല്ലെങ്കിൽ എക്കോ മെഷീനോ എന്തെങ്കിലും പെട്ടെന്ന് സ്റ്റക്കായി പോയി പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ വന്നു കഴിയുമ്പോ ഭയങ്കര എന്താ പറയാ ആളുകളൊക്കെ ഇങ്ങനെ തിരക്കും കൂട്ടും, ഇരുന്നിരുന്നും അടുത്ത് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകളുടേതായ മുഖമൊക്കെ നമുക്ക് കാണേണ്ടി വരും. അപ്പൊ ഇതെല്ലാം കൃത്യം സമയാസമയങ്ങളിൽ മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാം വർക്കിംഗ് ഓർഡറിലാണ്, വർക്കിംഗ് കണ്ടീഷനിലാണെന്ന്
ഉറപ്പുവരുത്തേണ്ട ഒരു വിഭാഗമാണ് മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഏത് മെഷീൻസും അപ്പൊ എന്ത് ചെയ്യണം, ഇവര് പോയിട്ട് നന്നാക്കലല്ല. മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് must have the details of whom to connect while this things go disorder. ഇത്തരം മെഷീൻസോ മെറ്റീരിയൽസോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഡിസോർഡർ ആയാൽ, ബ്രേക്ക് ഡൗൺ ആയാൽ ആരെ നമ്മൾ കോൺടാക്ട് ചെയ്ത് പെട്ടെന്ന് ഇത് കൊണ്ടുവന്ന് ക്ലിയർ ചെയ്ത് തരും, മെയിൻറ്റെയിൻ ചെയ്ത് തരും. അങ്ങനെയുള്ളവരുടെ നമ്പറോ ഡീറ്റെയിൽസോ ഒക്കെ ഇവരാണ് സൂക്ഷിക്കേണ്ടത്. അപ്പൊ ഇപ്പൊ ഏതെങ്കിലും ഒരു മെഷീൻ, ഉദാഹരണം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ AC അത് ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും നെസസറി ആയിട്ടുള്ള സാധനമാണ് ആ മുറിയിൽ AC ICUലൊക്കെ അല്ലെ. അപ്പൊ അത് വേണം, നിർബന്ധമായിട്ട് വേണം. അത് ഓഫായി പോകാൻ പാടില്ല. പെട്ടെന്ന് അത് ഇതായി, അപ്പൊ അത് ഇതായി പെട്ടെന്ന് ഒന്നും വെക്കാനുള്ള ആൾക്കാരെ ഇന്ന് വിളിച്ച 3 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരുടെ നമ്പർ അല്ല ശേഖരിച്ചു വെക്കേണ്ടത്. ഓക്കെ, ഏറ്റവും പെട്ടെന്ന് ഏറ്റവും നിയറസ്റ്റ് ടൈമില് വിത്തിൻ സെക്കൻഡ്സിലോ വിത്തിൻ മിനിറ്റ്സിലോ എത്താൻ പറ്റുന്ന ആളുകളുടെ നമ്പറുകൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ചില ഹോസ്പിറ്റൽസിൽ ഇപ്പോ ഓൾറെഡി ഇങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനത്തെ ആളുകൾ അവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് അവരുടെ ഉള്ളിൽ തന്നെ ഹോസ്പിറ്റൽസിൽ തന്നെ ഇങ്ങനെയുള്ള വർക്കിംഗ് ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും. അവർ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരിക്കും. ബിക്കോസ് എപ്പോഴാണ് ഏത് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ് അല്ലെങ്കിൽ മെഷീൻസ് ഒക്കെയാണ് ബ്രേക്ക് ഡൗൺ ആണെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു ഡിലേ ഇല്ലാതെ ഫംഗ്ഷൻ ചെയ്യിപ്പിക്കണമെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം ആവശ്യമുണ്ട്. സോ എന്ത് ഇലക്ട്രിക്കൽ ഫെസിലിറ്റീസോ പ്ലംബിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് റിപ്പയറും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ റിപ്പയർ ചെയ്യണം, റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് ചെയ്യണം, മാറ്റി സ്ഥാപിക്കണമെങ്കിൽ അത് മാറ്റി കൊടുക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ക്ലിയർ ആയോ? എല്ലാ മെഷീൻസിനെയും എല്ലാത്തിനെയും ഓപ്പറബിൾ കണ്ടീഷനിൽ നിർത്തുന്ന ഡിപ്പാർട്ട്മെന്റ്, എല്ലാം ആക്റ്റീവായിട്ട് എപ്പോഴും ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലായിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കേണ്ടത്. ക്ലിയർ? യെസ്, അതിനകത്തും അത് ഫുള്ള് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചേരണം കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ഫുള്ള് ഒന്ന് ബ്രാക്കറ്റ് ഇടും, അങ്ങനെ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. അടുത്തത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരു ഹോസ്പിറ്റലിലേക്ക് വേണ്ട എന്ത് സാധനം പർച്ചേസ് ചെയ്യണമെങ്കിലും ഈ ഡിപ്പാർട്ട്മെന്റിനോട് ബന്ധപ്പെടണം. ഏത് ഡിപ്പാർട്ട്മെന്റ്? മെറ്റീരിയൽ മാനേജ്മെന്റ് ഓർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. മെറ്റീരിയൽസ് ഹോസ്പിറ്റൽസിലേക്ക് എന്താ പറയാ, എന്തൊക്കെ പർച്ചേസ് എന്ന് വെച്ചാൽ എന്റെ അർത്ഥം എന്താ? വാങ്ങുക. മെഡിസിൻസ് വാങ്ങിക്കണം, മെഷീൻസ് എന്തെങ്കിലുമൊക്കെ പഴയതായി പോയി ഒത്തിരി പഴക്കം ചെന്ന് പുതിയത് വാങ്ങിക്കണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങിക്കണം. എന്തൊക്കെ വാങ്ങിക്കണോ, വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇൻഫോം ചെയ്യേണ്ടത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയില്ലേ? മനസ്സിലായ? എന്തൊക്കെ വാങ്ങിക്കാണ്ട് വാങ്ങുന്ന എന്ത് സാധനവും ഇവരിലൂടെയാണ് പോകുന്നുള്ളൂ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ആൻഡ് ലാസ്റ്റ് വൺ ഇൻ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് അവസാനത്തേതാണ് ഏത്? ഇൻഫോർമേറ്റീവ് ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമേഷൻ ടെക്നോളജി, IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. സി nowadays നമുക്കറിയാം, ഇന്ന് ആധുനികമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു യുഗത്തിൽ ജീവിക്കുന്ന നമുക്കറിയാം ദ നെസസിറ്റി ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി. ആധുനിക യുഗത്തില് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു 10-20 വർഷം മുന്നോട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അതിന്റെ ഉപയോഗമൊക്കെ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. ഒരു 10-25 വർഷം പിറകോട്ട് പോയി കഴിയുമ്പോ ഇത്രയധികം നമ്മൾ ചില ഹോസ്പിറ്റൽസിലൊക്കെ പണ്ടൊക്കെ പോയിക്കൊണ്ടിരുന്നേ, നമ്മളുടെ ചെറിയ കാലത്തൊക്കെ പോയിക്കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്നാൽ പല ഏത് ഡിപ്പാർട്ട്മെന്റിൽ ചെന്നാലും ഒരുപാട് റാക്സുകൾ, ആ റാക്കിൽ നിറച്ച് കുറെ ബുക്കുകളും ഫയലുകളാക്കി വെച്ചേക്കുന്നതും ഇങ്ങനെ കാണാൻ പഠിച്ച പുസ്തകങ്ങളൊക്കെ അല്ലെ. അവിടെയൊക്കെ ഇതിനകത്തൊക്കെ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നിറച്ച് അതിന് ഒരുപാട് സ്പേസ് ഒക്കെ അവർ അതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഹോസ്പിറ്റൽസിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ റാക്സ് തന്നെ കാണാനില്ല. അതിനകത്തൊക്കെ എന്താ പറയാ, ഈ പറയുന്ന റെക്കോർഡ്സ്, പേഷ്യൻസിനെ സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും, പേഷ്യൻസിനെ സ്റ്റാഫിനെ ആരെയൊക്കെ സംബന്ധിക്കുന്ന അവർക്ക് വേണ്ട ഇൻഫോർമേഷൻസ് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നതൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തില് ഫയലുകളായിട്ട് സേവ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. എനി ടൈം they can retrieve that particular data. ഏത് സമയം വേണമെങ്കിലും അതിനകത്തുള്ള ഡാറ്റ അവർക്ക് റിട്രീവ് ചെയ്തെടുക്കാം, ഉപയോഗിക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് തന്നെ പാസ്വേഡ് കൊടുത്ത് ലോക്ക് ചെയ്തിരിക്കുന്നത് അവരത് പാസ്വേഡ് കൊടുത്ത് എന്താ പറയാ അൺലോക്ക് ചെയ്ത് അവർക്ക് കാര്യങ്ങളും ഡീറ്റെയിൽസ് അതിൽ നിന്ന് ശേഖരിക്കാൻ പറ്റും. ഒരു ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ ആസ്പെക്ടുകൾ, പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, ഹോസ്പിറ്റലിലെ ഫാർമസിയിലെ മരുന്നുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഈവൻ ദ സാലറി പേയ്മെന്റ് ഓഫ് ദ സാലറി ആൻഡ് വേജസ് പേയ്മെന്റ് ഓഫ് ദ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന എന്താ പറയാ വേജസോ സാലറിയോ അതിന്റെ ഡീറ്റെയിൽസോ ആയിക്കോട്ടെ, എവറിത്തിങ്
അതെല്ലാം ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് ഈ IT കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് ആണ് ഈ IT ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവിടെയുണ്ട്. ഇവരുടെ സിസ്റ്റം ഒക്കെ പെട്ടെന്ന് ഡൗൺ ആയിപ്പോയി, ഫെയിൽ ആയിപ്പോയി, പവർ ഫെയിൽ ചെയ്തൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ അവിടെ ഉണ്ടായിരിക്കും. നമുക്ക് എപ്പോ വേണമെങ്കിലും ആ ഡാറ്റാസ് എടുത്ത് ഉപയോഗിക്കാം. നവഡേയ്സ് ഇന്ന് അതിനേക്കാൾ കുറച്ചുകൂടി പോപ്പുലർ ആയിട്ട് മറ്റൊരു കാര്യം കൂടി ഇന്ന് ഓടുന്നുണ്ട്. ആഫ്റ്റർ ദ കൊറോണ, കോവിഡിന്റെ ഒക്കെ പിന്നാലെ വന്ന മറ്റൊരു എന്താ പറയാ ഒരു പുതിയ ടെക്നോളജി ഉടലെടുത്തതല്ല, പക്ഷെ അങ്ങനെ ഒരു കാര്യം കൂടി നമ്മളിലേക്ക് വന്നതാണ് ഓൺലൈൻ സർവീസസ് അല്ലെ. ഓൺലൈൻ സേവനങ്ങൾ കൂടുതലായി ഇന്ന് ഓൺലൈൻ സ്കൂളുകളിൽ ഓൺലൈൻ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നു അല്ലെ. എന്തും ഓൺലൈൻ. അപ്പൊ അതുപോലെ തന്നെ എന്ത് ചെയ്തു, ഹോസ്പിറ്റൽസിനും ഓൺലൈൻ സർവീസസ് അവരുടെ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യും. ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലിക്ക് വേറെ സ്ഥലത്തേക്കൊക്കെ പോയി, പക്ഷെ നമ്മളെപ്പോഴും കൺസൾട്ട് ചെയ്തിരുന്ന ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അവരെ നമ്മൾ നല്ല വിശ്വസിച്ചിരിക്കുകയാണ്. അവർ പറയുന്ന മരുന്നുകളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് രോഗമൊക്കെ മാറുന്നുണ്ട്. പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ചെന്നിട്ട് നമ്മൾ അയ്യോ എവിടെ പോകും, നമുക്ക് അങ്ങനെ നമുക്ക് അത്രയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് സൗകര്യമുണ്ട്. വീഡിയോ കോളിലൂടെ നമ്മൾ നേരത്തെ കണ്ട ഡോക്ടറെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കോൾ ചെയ്ത് കാര്യങ്ങൾ ചോദിക്കാം. ഡോക്ടേഴ്സ് ഓൺലൈനിൽ കൂടെ തന്നെ മെഡിസിൻസും ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും. പിന്നെ എന്താ കുഴപ്പം, നമുക്ക് എല്ലാം കാര്യങ്ങളും അതിൽ കൂടിയും ചെയ്യാം. അതും ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്ന മറ്റൊരു കാര്യമാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പ്രത്യേകത ഇൻ ഹോസ്പിറ്റൽ? ഓക്കെ, അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ്. ആദ്യത്തെ സെന്റൻസ് ഓൾ ഹോസ്പിറ്റൽ ടുഡേ തുടങ്ങി റിലേറ്റഡ് അഫയേഴ്സ് വരെ. അടുത്തത് സെന്റൻസിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ, കൂടുതലൊന്നും വലിച്ചു വരുന്ന നമുക്ക് തന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് therefore വേണ്ട, therefore ഇല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് ദിസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് ടെക്നിക്കൽ സപ്പോർട്ട് തുടങ്ങി അതും വേണം. അടുത്ത സെന്റൻസ് വേണം കേട്ടോ. ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് എടുത്തുന്നാണ് എന്റെ ഒരു ഓർമ്മയായിരുന്നത്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ചാപ്റ്റർ തീരും, പുതിയ ചാപ്റ്റർ തുടങ്ങുമെന്ന് വിചാരിച്ചിട്ട് ഫാർമസിയുടെ ചാപ്റ്റർ എടുത്തുകൊണ്ട് വന്നേ. അപ്പൊ നിങ്ങളൊന്ന് ഉറപ്പ് വെച്ചേക്കണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കയറുമ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ സെക്കൻഡ് മൊഡ്യൂളിലെ ഫാർമസിയാണ്. ആരെങ്കിലും എടുത്തോ അതിന് മുമ്പ്? അവരുടെയൊക്കെ സെക്കൻഡ് മൊഡ്യൂളിലൊക്കെ ഓൾറെഡി നേരത്തെ കഴിഞ്ഞിട്ട് മറ്റു ടീച്ചേഴ്സ് എടുത്തിട്ടില്ലല്ലോ. അവർക്കും അത് തന്നെയാണ്. അതുകൊണ്ട് ഓക്കെ, സോ അടുത്ത ദിവസം നിങ്ങൾ ആ നോട്ട് കൂടി ആയിട്ട് തയ്യാറായിട്ടിരിക്കണം. നൗ വി ഹാവ് കംപ്ലീറ്റഡ് ദി സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണെന്ന്. കുറച്ച് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളെ നമ്മൾ പരിചയപ്പെട്ടു. എത്ര സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് കേട്ടു? 12 കേട്ടോ. 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞു. ആൻഡ് ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ പ്രധാനമായിട്ടും ബ്രോഡായിട്ടും 3 ക്ലാസിഫൈ ചെയ്തിരുന്നത്. ഏതൊക്കെയാ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. മൂന്നാമത്തേതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 3 അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് ഹോസ്പിറ്റൽസിലുള്ളത്. ഫസ്റ്റ് വൺ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന അതിനെ അഡ്മിനിസ്റ്റർ ചെയ്യുക, മാനേജ് ചെയ്യുക. രണ്ടാമത്തേത് ഫിനാൻസ് എന്ന് പറയുന്നതിനെ മാനേജ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പഠിക്കുന്നവര് മാനേജ് ചെയ്യേണ്ട വിഭാഗം കേട്ടോ. നമ്മളുടെ കോഴ്സാണ് ആ പറയുന്ന ലാസ്റ്റ് വിഭാഗം അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സസ് എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് വിഭാഗം ഉണ്ട്. ഈ പറയുന്നതൊക്കെ മാനേജ്മെന്റ്, മറ്റേതൊക്കെ ഹോസ്പിറ്റലിൽ അത് കിട്ടുന്നത് ഇത് കിട്ടുന്നതൊക്കെ ഇവിടെ ഒരു സേവനമാണ്. ഇവിടെ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുക. ഹു ആർ ഹ്യൂമൻ റിസോഴ്സ്? ആരെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്? ഏത് ബിസിനസ് ഓർഗനൈസേഷൻസ് ആയാലും ഇൻക്ലൂഡിംഗ് ഹോസ്പിറ്റൽ. ഇന്ന് ഹോസ്പിറ്റൽസും ഒരു ബിസിനസ് സംരംഭം തന്നെയാണ്, അല്ലാന്ന് നമുക്ക് പറയാൻ നിർവാഹമില്ല അല്ലെ. എക്സെപ്റ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഒഴികെ മറ്റേത് ഹോസ്പിറ്റൽസും ഇന്ന് അവരും ആ പാതയിലൂടെയാണ്, ഏത് ബിസിനസ് മൈൻഡിലൂടെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഏത് ബിസിനസ് ഓർഗനൈസേഷനിലായാലും യു ക്യാൻ സീ എ ലോട്ട് ഓഫ് എംപ്ലോയീസ് വർക്കിംഗ്. ഒരുപാട് എംപ്ലോയീസ് ഉണ്ട് അല്ലെ, ഒരുപാട് ജോലിക്കാരില്ലേ. ഇതൊരു ബിസിനസ് ഓർഗനൈസേഷനാണ്, ഒരു എന്താ പറയാ എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ ആണ്. ആൻഡ് ദർ ആർ more than 100 employees working here. ഇവിടെ നമ്മുടെ സ്മാർട്ട് റേഡിയോ കൺസൾട്ടൻസിയിൽ 100-ലധികം ജോലിക്കാരുണ്ട്, ഇൻക്ലൂഡിംഗ് ടീച്ചേഴ്സ്, ടെക്നിക്കൽ ടീം, PROs, മറ്റ് സ്റ്റാഫുകൾ. ഇവരെല്ലാവരും കൂടി ചേർത്തിട്ടല്ല നമ്മുടെ. ആൻഡ് ഓൾ ദീസ് സ്റ്റാഫ് മെമ്പേഴ്സ്, ഓൾ ദീസ് എംപ്ലോയീസ്
are collectively known as human resource. ഇവരെല്ലാവരെയും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് ഹ്യൂമൻ റിസോഴ്സ്. ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഒരു ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസിനെയും ഒരുമിച്ച് അപ്പർ ലെവൽ, ടോപ്പ് ലെവൽ തുടങ്ങി ഏറ്റവും ബോട്ടം ലെവലിലുള്ള എല്ലാ ജോലിക്കാരും, മാനേജ്മെന്റ് ലെവലിൽ തുടങ്ങി ഏറ്റവും താഴെ ഉള്ള ക്ലീനിങ് വിഭാഗം, ഏറ്റവും താഴെയുള്ള വിഭാഗമാണ് ഒരു ഏത് ഓർഗനൈസേഷനിൽ ആ ക്ലീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ വരെയുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ എവിടെയൊക്കെ എംപ്ലോയീസ് ജോലി ചെയ്യുന്നുണ്ടോ ഇവരെ എല്ലാവരെയും മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സുകളുടെ ഇവരെ എല്ലാവരെയും മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവരുടെ എന്ത് കാര്യങ്ങളാണ് മാനേജ് ചെയ്യേണ്ടത്? From the time of recruitment up to the time of retirement. ഒരു ഓർഗനൈസേഷനിൽ ജോലിക്ക് ഒരാള് കയറുന്നത് മുതൽ അവൻ ഒരാളല്ല, ഓരോരുത്തരായിട്ടാണ് ഒരു റിക്രൂട്ട്മെന്റുകൾ നടത്തുക. ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യും. എങ്ങനെയായാലും അവര് എൻട്രി ചെയ്യുന്നത് മുതൽ അവരവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് വരെ അവരുടെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ്. ഇന്ന് മിക്ക ബിസിനസ് ഓർഗനൈസേഷനിലും HR എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇല്ലേ? നമ്മളും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഹ്യൂമൻ റിസോഴ്സ് എന്താ പറയാ കോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് HRM എന്ന് പറയുന്ന കോഴ്സ് നമ്മളും പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇനിയും എല്ലാ ഓർഗനൈസേഷനിലും വേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സണൽസ്, ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ് വേണം. കാരണം ഈ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട് മനുഷ്യന്മാരെ മാനേജ് ചെയ്യുക, മനുഷ്യന്മാരെ എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആ ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യണം. ഇപ്പൊ ഇവിടെ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഇവിടുത്തെ റൂൾസ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്താണ് ഞാൻ ജോലി ചെയ്യേണ്ടത്. എന്റെ ഇഷ്ടത്തിനല്ലല്ലോ, ആണോ? ആണോ? വേർ വി ആർ വർക്കിംഗ് വി ഹാവ് ടു ഫോളോ ദ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഓർഗനൈസേഷൻ. നമ്മൾ എവിടെ ജോലി ചെയ്യുന്നോ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്താൽ നമ്മൾ ജോലി ചെയ്യുന്നില്ല, അല്ലെ? ജോലി ചെയ്യേണ്ടത്. ഞാൻ ജോലിക്ക് വരുന്നു, ശരി 9:30 മണിക്ക് അല്ലെങ്കിൽ 10:30 മണിക്കാണ് എനിക്ക് ജോലിക്ക് വരേണ്ടത്. ഞാൻ 10:45 11 മണിക്ക് വരുന്നു. അത് ശരിയല്ലല്ലോ. കാരണം ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ റൂൾ. ആ റൂളിന് എഗെയിൻസ്റ്റ് ആണ്. എന്നോട് പറഞ്ഞിരിക്കുന്ന ഇന്ന ടൈമാണ്. അല്ല, ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, വന്നിട്ട് ഉള്ള സമയത്താണെങ്കിൽ ഞാൻ ജോലി ചെയ്ത് തീർത്തോളാം. അതല്ല, ശരിയല്ല. അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ്? അപ്പൊ ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായ ഹ്യൂമൻ റിസോഴ്സുകൾ ഫോളോ ചെയ്യുന്ന ചില പോളിസീസ് ഉണ്ട്. സോ അത് ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവരെയൊക്കെ മാനേജ് ചെയ്യേണ്ടതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി. ആൻഡ് ഓൾസോ വൈൽ മാനേജിങ് ദം, അവരെ മാനേജ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ഉറപ്പാക്കണം, they have to ensure that the employees are satisfied. എംപ്ലോയീസ് എല്ലാം വളരെ സംതൃപ്തമായിട്ടാണ് ജോലി ചെയ്യുന്നത്, വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോകുന്നു, അല്ലെ? ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷം കിട്ടണം, വേണ്ടേ? ഞാൻ ചെയ്യുന്ന ജോലിക്ക് എങ്ങനെയാ എനിക്ക് സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ്സും കിട്ടുക? ഞാനത് 100% കൊടുക്കുമ്പോഴാണ്. അല്ലാണ്ട് എന്തൊക്കെയാണോ ടീച്ചർ പിള്ളേരോട് ഞാൻ പറഞ്ഞു, പിള്ളേരോട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ എനിക്ക് തന്നെ എന്തോ അപ്പൊ നമുക്ക് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ, ഒരു തൃപ്തിയില്ല. ഇത് മോശമായി പോയി തോന്നുന്നു ഇന്നത്തെ ക്ലാസ് എന്ന് നമുക്കൊരു ഫീലിംഗ് വരികയാണ്. അത് നമ്മുടെ വർക്ക് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. അപ്പൊ ഓരോ എംപ്ലോയീസും അവരവരുടെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് ജോലി ചെയ്യുന്നത്, ഹാപ്പിയോട് കൂടിയാണ് ജോലി ചെയ്യുന്നത്, അല്ലെ? ഇഷ്ടപ്പെട്ട് ചെയ്യണം, കഷ്ടപ്പെടാതെ. ഓക്കെ, അതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് കൊടുക്കണം? അവർ സാറ്റിസ്ഫൈഡ് ആയി ജോലി ചെയ്യണമെങ്കിൽ, അവര് എന്താ പറയാ ഹാപ്പിയോടുകൂടി ജോലി ചെയ്യണമെങ്കിൽ they have to provide good working conditions. ഒരു ഓർഗനൈസേഷനിൽ അവർക്ക് നല്ല രീതിയിലുള്ള വർക്കിംഗ് സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഓൾസോ ഇടയ്ക്കിടയ്ക്ക് ഫുഡിന് വീരെ എന്നതുപോലെ ചില മോണിറ്ററി നോൺ മോണിറ്ററി ബെനിഫിറ്റുകളും എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതായത് എംപ്ലോയീസിന് വേണ്ടത് എന്താ? നന്ദി മാത്രമേ ഉള്ളൂ, അല്ലേ? മറ്റൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നത് പോലെയല്ല, അല്ലെ? അവരെ സന്തോഷിപ്പിക്കാൻ, അവർക്ക് കംഫർട്ടബിൾ ആക്കാൻ, അവരെ സന്തോഷിപ്പിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ചില ആഘോഷങ്ങളൊക്കെ വരും. ഓണം, ക്രിസ്മസ്, വിഷു ഒക്കെ വരുമ്പോൾ ഒരു ബോണസ് ആയിട്ട് ഇച്ചിരി എമൗണ്ട് ഒക്കെ കൊടുക്കുക. നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് എല്ലാത്തിനും കൂടി പെറുക്കിയിട്ട് ഇടയ്ക്ക് ഒരു 1 ഡേ ട്രിപ്പ് ഒക്കെ കൊണ്ടുപോവുക. അല്ലാണ്ട് എന്നും പണി 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 എന്ന് പറഞ്ഞ് നടക്കാതെ. ഇതൊക്കെയാണ് മോണിറ്ററിയും നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ഇവരെ നമുക്ക് സംതൃപ്തമാക്കാനും ഹാപ്പി ആക്കാനും പറ്റുള്ളൂ. ആൻഡ് ഓൾസോ നോട്ട് ടു ഫോർഗെറ്റ് for providing reasonable compensation for the services rendered by them. അവർ തരുന്ന സേവനത്തിന് അവർ അർഹിക്കുന്ന തന്നെ കൂലി അവർക്ക് കൊടുക്കുക. അതെ, അർഹിക്കുന്ന കൂലി എന്ന് തന്നെയാണ് പറയേണ്ടത് എടുത്ത്. കാരണം ജോലി എന്താ പറയാ കൂടുതൽ എന്താ പറയാ കൂലി അങ്ങനെ എന്തോ ഒരു കാര്യം പറയൂലേ പണ്ട്, കൂലി തുച്ഛം ജോലി കൂടുതൽ എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? അങ്ങനെ അങ്ങനത്തെ അവര് എന്ത് ജോലി ചെയ്യുന്നോ, എത്ര രീതിയിലുള്ള ഹാർഡ് വർക്ക് അവരുടെ ജോലിയിലുണ്ടോ അതനുസരിച്ച് അവർക്ക് അതിന് അനുകൂലമായ രീതിയിലുള്ള കോമ്പൻസേഷൻ, സാലറി, വേജസ് പ്രൊവൈഡ് ചെയ്യുക.
ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മാത്രമേ നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി രണ്ടെണ്ണം നമ്മൾ അടുത്ത ദിവസം എടുക്കും. ആൻഡ് ഓൾസോ ഒരു പുതിയ ചാപ്റ്ററും നമ്മൾ തുടങ്ങും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആ ഹ്യൂമൻ റിസോഴ്സിനകത്തുള്ളത് എല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ച് നമുക്ക് ഒരു വലിയ ചാപ്റ്റർ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അധികം ഇവിടെ ഒന്നും പറയുന്നത്. ഇഷ്ടം പോലെ വാദോരാതെ പറയാൻ നമുക്ക് ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചുണ്ട്. പക്ഷെ ഈ ഇത് വാദോരാതെ പറയാൻ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ മിക്കവാറും. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ പറയും. ഓക്കെ, നമുക്ക് അവിടെ പഠിക്കാം. ഇതുവരെ ഇന്നെടുത്തത് മുഴുവനൊന്ന് പഠിച്ചിട്ട് വരാം. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? മെമ്പർ എന്നാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. സോ ബൈ.